മാസങ്ങളായി. കഴിഞ്ഞ മാസങ്ങളിൽ ചികിത്സയോടുള്ള ബന്ധത്തിലായിരുന്നു. വീണ്ടും വരുന്ന ആഴ്ചയിൽ ഇവിടെ വരാൻ നിവൃത്തിയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു മാസം കൂടെ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് കിട്ടിയ ഒരാരോഗ്യമുള്ള ഞായറാഴ്ച ദൈവസന്നിധിയിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് എടുക്കാം എന്ന് കരുതുകയും, ഈ ഞായറാഴ്ചയ്ക്ക് ചില പ്രത്യേകതകളുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇനി തിരിച്ചു വരുന്നതിനേക്കാൾ ചില പ്രത്യേകതകളുള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഇത് ചെയ്യുകയും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. മിനിമം അരമണിക്കൂർ, മേ ബി 1 മണിക്കൂർ ദൈവമുമ്പിൽ നിൽക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ജൂൺ മാസത്തിന് ചില പ്രത്യേകതകളുള്ള മാസമാകയാൽ, മിഡിൽ ഈസ്റ്റിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരേണ്ടതാകയാൽ, അതിനെ തുടർന്ന് ആത്മീക വ്യതിയാനങ്ങളും ഭൂമിയിൽ മുഴുവനും വ്യാപരിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഈ മെയ് മാസത്തിൽ തന്നെ എനിക്ക് ലഭിക്കുന്ന ആരോഗ്യത്തോടെ കിട്ടുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നിതെടുക്കാം എന്ന് ദൈവകൃപയിൽ ശരണപ്പെടുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എടുത്ത സ്ലൈഡുകൾ മാത്രമേ ഉള്ളൂ. ചുരുക്കം സ്ലൈഡുകൾ മാത്രമേ ഞാൻ പുതുതായി ചേർന്നിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വളരെ വേഗമായിരിക്കും. 1 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല, അല്പം കൂടെ ദീർഘമായി പോകുന്നതാണ്. എന്നാൽ നമ്മൾ എടുത്തു കഴിഞ്ഞതും നമുക്ക് നേരത്തെ അറിയാവുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ഒന്നുകൂടെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലോട്ട് വെക്കുന്നത്. 1 or 2 പുതിയ ആശയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനായി തൊടാഞ്ഞത് ഇതിനകത്ത് വന്നിരിക്കും. അത്രയും മാത്രമേ കഴിഞ്ഞ സ്ലൈഡുകളിൽ നിന്നും വ്യത്യാസമുള്ളൂ. എല്ലായിടത്തും മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും. പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നതോടുകൂടെ വെളിപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഒരു നിര ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനാവശ്യമുള്ള വില മുടക്കുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. ശബത്തുകളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ യേശുവിൻ്റെ മടങ്ങിവരവിൽ ഒരു പ്രാവശ്യം എത്തിയത്. പല ആംഗിളിൽ കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. അതിൽ ശബത്തുകൾ എന്ന ആശയത്തിലേക്ക് നമ്മൾ വന്നു. ശബത്ത് എന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിയേണ്ട ദിവസമാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ദിവസമാണ്. പഴയ നിയമത്തിൽ അതൊരു ശനിയാഴ്ചയായിരുന്നു. എന്നാൽ ഒരു വലിയ ശബത്ത് നമ്മുടെ മുൻപിലുണ്ട് എന്ന് ബൈബിൾ വിളിച്ചു പറഞ്ഞു. വിശുദ്ധ പൗലോസ് അത് പല ആവർത്തി എടുത്തു പറഞ്ഞു. ശബത്തിനെക്കുറിച്ച് ഓരോ ശനിയാഴ്ചയും ശബത്തായി ആചരിക്കുവാൻ ആഴ്ചവട്ടത്തിൻ്റെ 7ാമത്തെ ദിവസം ശബത്തായിരിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലേവ്യർ 23-ഉം 25-ഉം ഇന്ന് നമുക്ക് വളരെ പ്രാധാന്യമുള്ള അധ്യായങ്ങളായിരിക്കും. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 ശബത്ത് ആണ്ടുകൾ കഴിഞ്ഞ ശേഷം, എന്ന് പറഞ്ഞാൽ 49 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം 50-ാമത്തെ ശബത്ത് ഒരു വലിയ ശബത്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനെ ജൂബിലി എന്ന് വിളിക്കുന്നുണ്ട്. അത് ലേവ്യർ 8-ലാണ്. ലേവ്യർ 25-ലേക്ക് വരുമ്പോൾ ശബത്ത് ആണ്ടിനെക്കുറിച്ച് പറയുന്നു. 7 വർഷം നിങ്ങൾ അധ്വാനിച്ച ശേഷം 1-ാമത്തെ ശബത്തിൽ നിങ്ങൾക്ക് വിശ്രമം, നിങ്ങളുടെ മൃഗങ്ങൾക്ക് വിശ്രമം. ആഴ്ചയിൽ 1 ദിവസം ശബത്ത്. 2 ശബത്ത് വർഷം. 7 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു വർഷം ശബത്ത് വർഷമായിരിക്കണം. ആ വർഷം ഭൂമിക്ക് വിശ്രമം. ആ വർഷം കൃഷിയൊന്നും ചെയ്യരുത്. മൃഗങ്ങൾക്കും നിങ്ങൾക്കും മാത്രമല്ല, ഭൂമിക്കും കൂടെ വിശ്രമമായിരിക്കും. അന്ന് എവിടുന്ന് ആഹാരം കഴിക്കും? വിശ്വാസത്താൽ ഈ പുതിയ നിയമത്തിൽ പരിപാലിക്കുന്ന ദൈവം അന്ന് പറഞ്ഞു, അന്ന് താനേ വയൽ കൊളുത്തു വരും. കഴിഞ്ഞ വർഷം അവിടെ വിളഞ്ഞതിൽ നിന്ന് പൊഴിഞ്ഞ് താഴെ വീഴുന്നത് മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾക്കൊരു വർഷത്തേക്ക് ഒന്നല്ല അതിലധികം ആവശ്യത്തിനുള്ളത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ 7-ാമത്തെ വർഷം വിശ്വാസത്താൽ ഭൂമിക്ക് ശബത്ത് കൊടുക്കണം. 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശബത്തുകളുടെ ശബത്ത്, ശബത്താണ്ടുകളുടെ ശബത്ത്, അതായത് 50-ാമത്തെ വർഷം നിങ്ങൾക്ക് ജൂബിലി ആയിരിക്കണം. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ആ ജൂബിലിയിൽ നിങ്ങൾ അന്യോന്യം കടങ്ങൾ ഇളച്ചു കൊടുക്കണം. ആരെങ്കിലും കടം വാങ്ങിച്ചെങ്കിൽ അവൻ്റേത് ക്ഷമിച്ചിരിക്കുന്നു, അവനോട് ഇളച്ചു കൊടുക്കണം. മാത്രമല്ല, ആരുടെയെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസ്റ്ററേഷനാണ് 50-ാമത്തെ വർഷത്തെ ജൂബിലി വർഷം. നഷ്ടപ്പെട്ട വസ്തു ഒരു വിലയും കൊടുക്കാതെ ഉടമസ്ഥന് തിരിച്ച് കൊടുത്തിരിക്കണം. അങ്ങനെ ഭൂമിയുടെ റിസ്റ്റോറേഷൻ നടത്തേണ്ടതിന് ഒരു വലിയ ശബത്ത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നും വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയുടെ വീണ്ടെടുപ്പ് നടത്തുമെന്നും നാം വിശ്വസിക്കുന്നു. അവിടം വരെ പോകും ശബത്തുകളെക്കുറിച്ചുള്ള പഠനം. അടുത്തത് റിസ്റ്റോറേഷൻ ഓഫ് ദ ലാൻഡ്. അതിനകത്ത് ഒരുപാട് ആംഗിളുകളുണ്ട്. ഞാൻ എല്ലാത്തിലും പോകുന്നില്ല. ഞാൻ ഒന്ന് തൊട്ടു. ഈ ഭൂമിയുടെ തിരിച്ചെടുപ്പ് നന്ന് നടക്കണം. ഇതിന് വീണ്ടെടുപ്പുകാരനെ കൊണ്ട് സാധിക്കും എന്നത് വേറൊന്ന്. രൂത്തിൻ്റെ ചരിത്രത്തിൽ ഈ ആഴ്ച കൃപയാൽ അത് തൊടുവാനിടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കൃപയാൽ കർത്താവദാസന് പാസ്റ്റർ ജോൺ റൂബൻ അത് തൊടുവാനിടയായി തീർന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് വരുമ്പോൾ രൂത്തിൻ്റെ ഭർത്താവിൻ്റെ വകയായ കുറേ ലാൻഡ്, തൻ്റെ കുറേ വസ്തുക്കൾ ഇസ്രായേലിലുണ്ട്. പക്ഷേ അതെല്ലാം അന്യാധീനപ്പെട്ടു. കാര്യം നേരത്തിന് അവരവിടെ ഇല്ലാതെ പോയി. അവർ ക്ഷാമം ഭയന്ന് ദേശത്തു നിന്ന് ഓടി. പക്ഷേ ആ വസ്തുക്കളെ വീണ്ടെടുക്കണം. വസ്തുക്കളെ വീണ്ടെടുക്കുന്ന കൂട്ടത്തിൽ മരിച്ചുപോയവൻ്റെ ഭാര്യയെയും കൂടെ വീണ്ടെടുത്തേ മതിയാകൂ. അതിനുവേണ്ടി ഒരു ബോവസ് തയ്യാറാകുന്നതായി കാണാം.
പഴയ നിയമത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരനെ കൊണ്ട് ഇത് വീണ്ടെടുക്കുവാൻ കഴിയും. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. പക്ഷേ വീണ്ടെടുപ്പുകാരൻ ഒരു നല്ല വില മുടക്കിയെങ്കിൽ മാത്രമേ വീണ്ടെടുക്കാൻ ഒക്കത്തുള്ളൂ. ക്രിസ്തു നമുക്ക് വേണ്ടി വില മുടക്കി എന്ന് നമ്മൾ കണ്ടു. ഇന്ന് സാമുവേൽ ബെൻ ജൂഡ് എന്ന ഒരു യഹൂദ പ്രവാചകൻ, 1200കളിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ പ്രവാചകൻ സാമുവേൽ ബെൻ ജൂഡ് എന്നൊരു മനുഷ്യൻ പറഞ്ഞ ചില പ്രവചനങ്ങൾ എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. ഡോക്ടർ പട്രീഷ്യ എന്ന സഹോദരിയാണ് ഈ പ്രവചനങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ പറഞ്ഞ പ്രവചനത്തിൽ പലതും സംഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവചനം 1200കളിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു 1500കളാകുമ്പോഴേക്കും യെരുശലേം നഗരം ഒന്നോടെ ആക്രമിക്കപ്പെടും. തുടർന്ന് ഒരു 8 ജൂബിലിയുടെ ആശയത്തിൽ നമ്മൾ കയറിക്കഴിഞ്ഞു. ശബത്തുകളുടെ ശബത്താണ്ടായ ജൂബിലി വർഷം, ഒരു 8 ജൂബിലി, അതായത് ഏതാണ്ട് 8 ഗുണം 50, 400ഓളം വർഷങ്ങൾ ഇസ്രയേൽ അടിമത്വത്തിൽ ആയിരിക്കും. നമ്മൾ നോക്കിയാൽ 400 വർഷങ്ങളോളം, 1500 മുതൽ യെരുശലേം ഒട്ടോമോൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. തുർക്കികൾ യെരുശലേമിനെ ഭരിച്ചിരുന്നു. അങ്ങനെ അന്യജാതികളാൽ യെരുശലേം ചവിട്ടപ്പെട്ടു. ആ പറഞ്ഞ പ്രവചനം അതുപോലെ നിവൃത്തിയായി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രവചനം, അതിനുശേഷം 1 ജൂബിലിയോളം 50 വർഷത്തോളം യെരുശലേമിനെ ആർക്കുമില്ലാതെ നോമാൻസ് ലാൻഡ് എന്നിതറിയപ്പെടും. അതെ, തുടർന്നുള്ള 50 വർഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എങ്ങോട്ട് പോകണം, ഏത് വേണമെന്നറിയാതെ ഇത് നോമാൻസ് ലാൻഡായി 50 വർഷം കിടന്നു. നമ്മുടെ പിപിറ്റ് പോയി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു, തുടർന്ന് 1 ജൂബിലി ഇത് ഇസ്രയേലിൻ്റെ കയ്യിലിരിക്കും. തുടർന്ന് 1 ജൂബിലി ഇത് ഇസ്രയേലിൻ്റെ കയ്യിലിരിക്കും. അതും കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു 10ാം ജൂബിലിയിൽ, എന്ന് മുതലാണ് 1500 മുതൽ 10ാം ജൂബിലിയിൽ 2000ങ്ങളിൽ ഡിബേറ്റ് ആൻഡ് റിസ്റ്റോറേഷൻ, ഈ ലാൻഡിനെ കുറിച്ച് തർക്കമുണ്ടാകും. ലോകരാജ്യങ്ങൾ തമ്മിൽ യെരുശലേമിനോട് എന്തു വേണം എന്ന് തർക്കമുണ്ടാകും. ഉണ്ടായി. അതാണ് UNOയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, രാജ്യം യേശു ഏറ്റെടുക്കുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇവിടെയായിരുന്നു നമ്മൾ നിന്നത്. ഓക്കെ, 1 ജൂബിലി ഇസ്രയേൽ അണ്ടർ ഇസ്രയേൽ, ഒരു 6 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇസ്രയേലി ലാൻഡ് തിരിച്ചു പിടിച്ചത് 67ലാണ്. അന്ന് മുതലുള്ള 50 വർഷങ്ങൾ, 67 ജൂണിലാണ്. അന്ന് മുതൽ ഒരു 50 വർഷം ഈ ലാൻഡ് ഇസ്രയേലിൻ്റെ അധീനതയിലായിരിക്കും. ഇന്ന് ലാൻഡ് വീണ്ടെടുത്ത ശേഷമുള്ള അടുത്ത ജൂബിലിയിലേക്ക് ജൂൺ മാസത്തിൽ പ്രവേശിക്കും. ഞാൻ പറഞ്ഞു, ജൂണിന് ചില പ്രത്യേകതകളുള്ള മാസമായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് മൂണുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ 2016 സെപ്റ്റംബർ മാസത്തെ ബ്ലഡ് മൂൺ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ലോക ചിന്താഗതിയെ മാറ്റത്തക്കവണ്ണം, അതിനകത്ത് എതിർ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിക്കത്തക്കവണ്ണം ഗൗരവമുള്ള എന്തെങ്കിലും സംഭവിക്കുമെന്നും ഞാനിവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സെപ്റ്റംബർ മാസം അവസാനം ഞാൻ പറഞ്ഞെങ്കിലും സംഭവിച്ചില്ലല്ലോ എന്നുള്ള നിരാശ എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞാൻ പരസ്യമായി കൺഫസ് ചെയ്തു. ഞാൻ എടുത്തു വന്ന പഠനപ്രകാരം അത് നടക്കേണ്ടതായിരുന്നു, പക്ഷെ നടന്നില്ല, അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഈ ജനുവരിയിൽ ഞാൻ തിരിച്ചിവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ അന്നത് മനസ്സിലായില്ലെങ്കിലും സെപ്റ്റംബർ മാസം 23-ാം തീയതി ബ്ലഡ് മൂൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ UNOയുടെ ഒരു ഹൈ ലെവൽ കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് അവർ വെക്കുകയും ലോകത്തെ അറിയിക്കാതെ വണ്ണം 1 വേൾഡ് ഗവൺമെൻറ് അന്തിക്രിസ്തു, 1 വേൾഡ് റിലിജിയൻ എതിർ ക്രിസ്തുവിൻ്റെ മതം, ഇതൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുകയും 2017 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2030 ജനുവരി മാസം 1-ന് മുന്നമേ ഇത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അജണ്ട 2030 എന്ന് അതിന് പേര് കൊടുക്കുകയും ചെയ്ത സംഭവം ഈ വർഷം ജനുവരി 1-ാം തീയതി UNO പ്രസിദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ കലണ്ടറിൽ ദൈവം കുറിച്ചു വച്ചിരിക്കുന്ന സകലതും ഒന്നിനു പുറകെ ഒന്നായി നടക്കും. ദൈവം തൻ്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല. നമ്മളത് അറിഞ്ഞെന്ന് വരികയില്ല, പക്ഷേ അറിയിക്കാതെ ചെയ്യുകയില്ല. ഈ ജൂൺ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ് ദൈവിക കലണ്ടറിൽ. കാരണം ഇസ്രയേൽ അവരുടെ സ്വന്തം രാജ്യം പിടിച്ചെടുത്ത ശേഷം ഇന്നും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഒരുമിച്ച് അവർക്കെതിരെ ചീട്ടിടുകയാണ്. ഇതെല്ലാവരും അവർ നിലനിൽക്കുന്നുണ്ട്. ഈ ജൂണിൽ അവരുടെ 50 വർഷം തികയുകയും അടുത്ത ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അടുത്ത ജൂബിലി സൈക്കിളിലേക്ക്, ഒരു ജൂബിലി സൈക്കിൾ പോകത്തില്ലായിരിക്കണം, അവർ പ്രവേശിക്കുകയും ചെയ്യാൻ പോകുകയാണ്. ആ ജൂബിലിയെക്കുറിച്ചാണ് നേരത്തെ ബെൻ പറഞ്ഞിരിക്കുന്നത്. അന്ന്
there will be debates and establishment. Debates എത്രയോ ശക്തമായി ഇന്ന് ഡിബേറ്റ് നടക്കുന്നത് ബോംബ് ഉപയോഗിച്ചാണ്, കേവലം വാക്കുകൾ ഉപയോഗിച്ചല്ല. വാക്കുകളുടെ ധോരണി ധാരാളം നടക്കുന്നു. യുദ്ധത്തെക്കാൾ കവിഞ്ഞ് യുദ്ധശ്രുതികളുണ്ട്. മറക്കരുത്, യുദ്ധം വേറെ, യുദ്ധശ്രുതി വേറെ. ഇത് രണ്ടും യേശുവിൻ്റെ വരവിന് മുൻപേ ഉണ്ടാകണം. യുദ്ധശ്രുതികൾ, വാക്കുകൾ കൊണ്ടുള്ള കോമ്പറ്റീഷൻ്റെ അപ്പുറത്ത് ബോംബുകൾ കൊണ്ടവർ തർക്കിക്കാൻ തുടങ്ങി. ആറ്റമിക് എനർജിയിലേക്ക് ഇത് മാറും എന്ന് കരുതപ്പെടുന്നു. വൻ തർക്കം നടക്കും. ഇതൊന്നും ബെൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, there will be debates and finally the establishment of the land. യെരുശലേം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം. എങ്ങനെ? ലോകത്തിൻ്റെ ക്യാപിറ്റലായി, യേശുവിൻ്റെ സിംഹാസനം വെക്കുന്ന ഇടമായി. അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയത്തേക്ക് നമ്മൾ അടുത്തടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് ബന്ധപ്പെടുത്തിയാണ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ഒരാംഗിളിൽ ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള 1-2 ചാർട്ടുകൾ പെട്ടെന്ന് ഒന്ന് ഓർപ്പിച്ചു പോകേണ്ടതിന് വേണ്ടി, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും ചേർന്ന് ചിന്തിച്ചാൽ, ദൈവം ആദാമിനെ ഭൂമിയിലാക്കി. ഭൂമിയെ മുഴുവനും അടക്കി ഭരിക്കേണ്ടതിന്, ഞാൻ ഇച്ചിരൂടെ സ്പീഡിൽ പോകും, ഭൂമിയെ മുഴുവനും അടക്കി ഭരിക്കേണ്ടതിന് വേണ്ടി ആദാമിനെ ആക്കി. ആദാം വീണുപോയി, തന്നെ കൊണ്ടത് കഴിയാതെ വന്നു. നോഹയുടെ കാലത്ത് ദൈവം കാര്യങ്ങൾ റിസ്റ്റോർ ചെയ്ത ശേഷം നോഹയോട് പഴയ കൽപ്പന ആവർത്തിച്ചു പറഞ്ഞു, നീ ഇതിനെ അടക്കി ഭരിച്ചോണം. എന്നിട്ട് നോഹയോട് പറയുന്ന വേറൊരു വാചകമാണ്, നിൻ്റെ കാലം 120 വർഷമാകും. മനുഷ്യൻ്റെ ആയുസ് 120 വർഷത്തേക്ക് ലിമിറ്റ് ചെയ്തു എന്നൊരു ചിന്ത ലോകത്തിനുണ്ട്. ദൈവം അങ്ങനെ പറഞ്ഞില്ല. മനുഷ്യൻ്റെ കാലം 120 വർഷമാകും. വെറും വർഷങ്ങളായി ഇതിനകത്ത് എടുത്താൽ ഒരു കണക്കും എങ്ങും തെളിയിക്കപ്പെടുന്നില്ല. എന്നാൽ പഠിതാക്കളുടെ ഇടയിൽ വേദപണ്ഡിതന്മാരെന്നൊരു പദം ഞാൻ ഉപയോഗിച്ച് പഴകിപ്പോയി, എൻ്റെ മനസ്സിലങ്ങനെ ആയിപ്പോയി, ക്ഷമിക്കണം. ആ പദം തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് നന്നായി അറിയാം. വേദപണ്ഡിതൻ എന്നൊരാൾ ഭൂമിയിലില്ല. ഇവിടെ അറിയാവുന്നവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വേദപഠിതാക്കൾ എന്ന് പറയുന്ന പദം റൈറ്റായിരിക്കും. വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് ഇന്ന് പറയുന്നത് 120 ജൂബിലി വർഷങ്ങളായിരിക്കാം ദൈവമോട് ഉദ്ദേശിച്ചതെങ്കിൽ അതൊരു 6000 വർഷത്തിൻ്റെ കണക്കാണ്. 6000 വർഷത്തിൻ്റെ കണക്കുണ്ടെങ്കിലും 5777 വർഷം 777 എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തുകയാകയാൽ 5777 വർഷം കഴിയുമ്പോൾ ദൈവം അത് നിർവഹിക്കുമെന്ന് ഒരു കൂട്ടർ അങ്ങനെ കരുതുന്നു. അതിനകത്ത് ഒരു ബേസുമില്ല. എന്തുകൊണ്ട് അവരങ്ങനെ കരുതുന്നു എന്ന് ചോദിച്ചാൽ, ഇത് യഹൂദന്മാരുടെ വിശ്വാസമാണ്, അവരങ്ങനെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അത് തികയുന്നത് ഈ വർഷം ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. ഈ ആദമിനെ സൃഷ്ടിച്ചത് മുതൽ, അല്ലെങ്കിൽ ഭൂമിയുടെ ഭരണം നീ ഏറ്റെടുക്കുക എന്ന് ആദാമിനോട് പറഞ്ഞത് മുതൽ മനുഷ്യന് 120 വർഷം കൊടുത്തതിലെ ചില വർഷങ്ങൾ കട്ട് ചെയ്ത് 5777 ആക്കുകയാണെങ്കിൽ ആ 5777 തികയുന്നത് ഈ വർഷം ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 1 more year, ഈ വർഷത്തിനകം എന്തോ നടന്നിരിക്കണം. ഒരു വർഷം കൂടെ ഈ വർഷം തികയുക. അത് അങ്ങനെ തന്നെ ഒന്നുകൂടെ ചിന്തിക്കാം. 3 ഒക്ടോബർ 2016 മുതൽ ഒരു വർഷത്തിനകം. മറക്കരുത്, കഴിഞ്ഞ വർഷം ഞാനിത് ഇടുമ്പോൾ അറിയാൻ വയ്യാഞ്ഞൊരു രഹസ്യമാണ്. 2017 ജനുവരി 1 മുതലാണ് പുതിയ ഗവൺമെൻറ്റിന് അംഗീകരണം ലഭിച്ചത്, അല്ലെങ്കിൽ വൺ വേൾഡ് ഗവൺമെൻറ്റിന് അംഗീകരണം ലഭിക്കുന്നത്. 2017 ഭയങ്കര പ്രാധാന്യമാണ്. ഒക്ടോബർ മാസം 2-ാം തീയതി ആ സംവത്സരങ്ങൾ തികയുകയാണ്. യോശുവയുടെ കാലം മുതൽ കർത്താവ് ജാതികൾക്ക് വേണ്ടി യോശുവയുടെ കാലം മുതൽ ദൈവം മാറ്റിവെച്ചിരുന്ന 70 ആഴ്ചവട്ടങ്ങൾ തികയുകയാണ്. അതും ഇതേ ഒക്ടോബർ മാസത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ നിറവടിയായി നിവർത്തിച്ചു. അതുപോലെ യേശുവിൻ്റെ കാലം മുതൽ ചില ജൂബിലികൾ തികയുന്ന ദിവസവും ഇതേ ദിവസമാണ്. യെരുശലേമിലേക്കുള്ള യഹൂദൻ്റെ റീ എൻട്രി കഴിഞ്ഞ ശേഷം 50 വർഷങ്ങൾ തികയുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് 2017 വളരെ പ്രധാനപ്പെട്ടതും സെപ്റ്റംബർ ഒക്ടോബർ ഏറ്റവും പ്രധാനപ്പെട്ടതും ജൂൺ മാസം തന്നെ മിഡിൽ ഈസ്റ്റ് ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം, യെരുശലേം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് ജൂൺ മാസം. നമ്മൾ അങ്ങോട്ട് കയറുന്നതിന് മുന്നമേ കർത്താവ് അവിടം വരെ കയറാൻ നമുക്ക് ആയുസ്സുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതിനു മുമ്പേ കാഹളം ധ്വനിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. കാര്യം സംഗതികൾ അതിൻ്റെ വെർജിൽ വന്ന് നിൽക്കുകയാണ്. ഇതിലോട്ട് പ്രവേശിക്കുന്നതിന് മുന്നേ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്നെ കഴുകാനുണ്ടെങ്കിൽ എന്നെ വേഗത്തിൽ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ തികവിലേക്ക് എന്നെ നടത്തണമേ എന്ന് നാം ദൈവത്തോട് പറയേണ്ട സന്ദർഭമാണ്. ഇന്ന് പുതുതായി കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും പല വ്യക്തികളാൽ തൊടപ്പെട്ട, സുരേഷ് ബാബു ആയിരിക്കുമെന്ന് തോന്നുന്നു തുടങ്ങിയത്, അവിടെ മുതൽ പലർ തൊട്ടതായ ഒന്നായിരുന്നു പെരുന്നാളുകൾ. യഹൂദൻ്റെ പ്രത്യേക ആഘോഷ ദിവസങ്ങൾ, പെരുന്നാളുകൾ. ഞാനത് ഈ ഞായറാഴ്ച എടുക്കണമെന്ന് കരുതിയിരുന്നു. അതിന് മുന്നമേ 2-3 ദൈവദാസന്മാർ അതിനെക്കുറിച്ചുള്ള ഹിൻഡ് നമുക്ക് തന്നു. അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഓക്കെ,
ഇന്ന് ഞാൻ അതിൽ ചില മിനിറ്റുകൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പലർക്കും അതൊരു പുതിയ സബ്ജക്റ്റാണ്. ഇവിടെ പാസ്റ്റർ സുരേഷ് ബാബു മുതൽ പലരും അത് തൊട്ടെങ്കിലും വിശദമായിട്ട് എടുക്കാനുള്ള സമയം ആർക്കും കിട്ടിയില്ല. എനിക്കും കിട്ടത്തില്ലെങ്കിൽ ഞാനതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. കഴിവുള്ളിടത്തോളം നന്നായി എളുപ്പം മനസ്സിലാകേണ്ടതിന് ഈ ചാർട്ടുകൾ നമുക്ക് പ്രയോജനപ്പെടും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആകാശത്ത് തൻ്റെ കലണ്ടർ വെച്ച്, ആരായിരുന്ന പദം ഉപയോഗിച്ചെന്ന് ഞാൻ മറന്നുപോയി. ദൈവത്തിൻ്റെ കലണ്ടർ ആകാശത്തുണ്ട്. സൂര്യനും ചന്ദ്രനും മറ്റും അതിൻ്റെ ഭാഗങ്ങളാണ്. കാലം, സമയം, സീസൺ എന്നിവയെ തിരിച്ചറിയേണ്ടതിന് വലിയ വെളിച്ചത്തെയും ചെറിയ വെളിച്ചത്തെയും ദൈവം ഉണ്ടാക്കി. പ്രകാശിക്കുന്നത് മാത്രമല്ല, സീസൺസ് തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ പെരുന്നാളുകളുടെ സീസൺ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ ആ പദം നേരത്തെ ഇവിടെ എടുത്തിട്ടുണ്ട്. ദൈവം സൂര്യചന്ദ്രന്മാരെ വയ്ക്കുകയും അങ്ങനെ ചന്ദ്രനാൽ കാണിക്കപ്പെടുന്ന ദിവസങ്ങൾ പെരുന്നാളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും, ഈ ബ്ലഡ് മൂണും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. 7 പെരുന്നാളുകൾ പഴയ നിയമസഭയ്ക്ക് വേണ്ടി നിയമിക്കുകയും ചെയ്തു. ഇതിൽ 4 പെരുന്നാളുകൾ നിറവേറിക്കഴിഞ്ഞു. യഹൂദൻ ഓരോ വർഷവും ഇത് ആവർത്തിച്ച് ചെയ്യണം. കാര്യം അവർ റിഹേഴ്സൽ കൊണ്ടാടുകയാണ്. ഓരോ വർഷവും അതിൻ്റെ ആവർത്തനങ്ങൾ നടക്കും. എന്നാൽ കർത്താവായ യേശു പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഈ 7 പെരുന്നാളുകളിൽ 4 ആഘോഷിച്ച് കഴിഞ്ഞു. നമുക്ക് ചിന്തിക്കാം. ആകപ്പാടെ 7 പെരുന്നാളുകളുള്ളതിൽ ഫിനിഷ് ചെയ്യപ്പെട്ട 4 വേഗത്തിൽ പോവുകയായിരിക്കും. നമുക്കറിയാവുന്നതാണ്. ഓടിച്ചോർപ്പിച്ചു പോയാൽ മാത്രം മതി. ഒന്നാമത്തെ പെരുന്നാൾ ലേവ്യ പുസ്തകം 23:5 ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ അല്ലെങ്കിൽ പെസഹായുടെ പെരുന്നാളാണ്. പെസഹ പെരുന്നാളിൽ എന്തു സംഭവിച്ചു? ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുകയും ആ ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ടാകുകയും ആട്ടിൻകുട്ടിയുടെ മാംസം ഇസ്രായേൽ ഭക്ഷിക്കുകയും അവരുടെ കൂടാരങ്ങളുടെ അകത്ത് കതകടച്ച് പാർക്കുകയും വേണം. ആ രാത്രിയിൽ ആരും പുറത്തിറങ്ങരുത്, വേർപാടാചരിച്ചു കൊള്ളണം. അവിടെ ആരംഭിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും നടന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരു കർത്താവിദാസൻ വിളിച്ച് ചോദിച്ചു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയം നിയമപ്പെട്ടകവും മറ്റും അവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇത് കാണാതെ പോയി എന്ന് പറയുന്നതിൻ്റെ ഗതി എന്തോ ആണ്. ഞാൻ പറഞ്ഞു, ഇത് ബൈബിളൊന്ന് വായിച്ചു നോക്കുക, ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. യേശുവിൻ്റെ കാലത്ത് നിയമപ്പെട്ടം അതിനകത്തില്ല. അതൊക്കെ അതിന് മുമ്പേ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. യേശുവിൻ്റെ കാലം ആയപ്പോഴത്തേക്ക് ഇസ്രായേൽ സഭ പാളം തെറ്റി. ഒറ്റ മഹാപുരോഹിതൻ മാത്രമേ ഇസ്രായേലിൽ പാടുള്ളൂ. അന്ന് ഹന്നാവും കയ്യാഫാവും, അമ്മായിയപ്പനും മരുമകനും 2 പേരങ്ങ് പുരോഹിതന്മാരായി. ഒത്തിരി പാളം തെറ്റി. ദേവാലയത്തിൽ വിശുദ്ധ വസ്തുക്കൾ ഇല്ലാതെയായി. ആരാധനകളുടെ എണ്ണം കുറഞ്ഞു. യേശുവിൻ്റെ കാലമായപ്പോഴത്തേക്ക് 7 പെരുന്നാളുകൾ നടത്തുവാൻ റോമൻ ഗവൺമെൻറ് അനുമതി കൊടുക്കാത്തതിനാൽ 5 പെരുന്നാളുകളായി അവർ വെട്ടിക്കുറച്ചു. ആകെ തകർന്ന ഒരു സാഹചര്യത്തിലാണ് മന്ദിരത്തിലെ തിരശീലയും പുരോഹിതൻ്റെ വസ്ത്രവും കൂടെ ഒരുമിച്ച് കീറിക്കൊണ്ട് എൻ്റെ കർത്താവ് തൻ്റെ ദേഹമാകുന്ന തിരശീലയും ചീന്തി ഒരു പുതുവഴി എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നിട്ടുകൊണ്ട് നിവർത്തിയായി എന്നൊരു പദം കാൽവറിയിൽ വിളിച്ചു പറഞ്ഞത്. ഓക്കെ, യേശുവിൻ്റെ കാൽവറിയായിരുന്നു ഒന്നാമത്തെ പെസഹയെ കുറിക്കുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. പെസഹയുടെ പെരുന്നാൾ യേശു കാൽവറിയിൽ തീർത്തു. രണ്ടാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ, 23-ാം അധ്യായം പ്രധാനപ്പെട്ടതാണ്. 23-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തു. അതിൻ്റെ മുഴുവനും പ്രായശ്ചിത്തം കൊടുത്തു കഴിഞ്ഞതോടെ താൻ പുളിപ്പില്ലാത്തവനായി മാറി. പാപത്തിൻ്റെ പുളിപ്പ് തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ശേഷം കാൽവറിയിൽ രക്തം ചിന്തുകയും തൻ്റെ രക്തത്താൽ ലോകത്തിൻ്റെ അവസാനം വരെ ജീവിച്ചിരിക്കുന്ന സകല വ്യക്തിയും ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ വിശ്വസിച്ച് അടുത്തു വരുമെങ്കിൽ അവരുടെ പാപങ്ങളുടെ ക്ഷമ നൽകുകയും പിതാവിൻ്റെ കയ്യിൽ തൻ്റെ ജീവൻ അർപ്പിക്കുകയും ചെയ്തതോടെ താൻ ഏറ്റെടുത്ത പുളിപ്പ് പാപം മാറുകയും പുളിപ്പില്ലാത്ത തൻ്റെ പാപമില്ലാത്ത തൻ്റെ ശരീരം മണ്ണിൽ അടക്കുകയും ചെയ്തു. ആദം പാപത്തോടുകൂടെ അടക്കപ്പെട്ടെങ്കിൽ യേശു പാപമില്ലാതെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ യേശുവിൻ്റെ അടക്കത്തോടുകൂടെ നിർവഹിക്കപ്പെട്ടു. പുളിപ്പില്ലാത്ത അപ്പം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി നിർവഹിച്ചു. മൂന്നാമത്തെ പെരുന്നാൾ ആദ്യഫലക്കറ്റയുടെ പെരുന്നാളാണ്. ആദ്യമായി കൊയ്തെടുക്കുന്ന, വർഷത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ആരംഭത്തെങ്കിൽ കൊയ്തെടുക്കുന്ന ഒരു കറ്റ ദേവാലയത്തിൽ പുരോഹിതൻ കൊണ്ടുവരും. ഇത് പെസഹയുടെ 3-ാമത്തെ ദിവസമാണ് ചെയ്യേണ്ടത്. പെസഹയുടെ 17, 18, 19 3-ാമത്തെ ദിവസമാണ് ചെയ്യേണ്ടത്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ വെള്ളിയാഴ്ചയായിരുന്നു ക്രിസ്തുവിൻ്റെ മരണമെങ്കിൽ ഞായറാഴ്ച, 3-ാമത്തെ ദിവസം ഞായറാഴ്ച രാവിലെ സാധാരണഗതിയിൽ മഹാപുരോഹിതൻ ദേവാലയത്തിൻ്റെ അടുത്തുള്ളതായ ഫീൽഡിൽ നിന്ന് തൻ്റെ സ്വന്തം കൈകൊണ്ട് ഒരു കറ്റ കൊയ്ത് കറ്റ കെട്ടി തൻ്റെ ഇടത്തെ കയ്യിൽ ദേവാലയത്തിൻ്റെ അകത്തെ കറ്റ കൊണ്ടുവന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലത്തെ കയ്യിൽ ഒരല്പം വെള്ളമെടുത്ത് ആ കറ്റയിൽ തളിക്കും. ഇതിനെ ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുക എന്ന് വേദപുസ്തക ഭാഷയിൽ പറയുന്നു. പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ അയാളുടെ വസ്ത്രം കീറിയതാണ്, തുന്നിക്കെട്ടിക്കൊണ്ട് തിരിച്ച് ദേവാലയത്തിൽ വന്നു. അവിടുത്തെ തിരശ്ശീല കീറിയതാണ്,
തുന്നിക്കെട്ടിക്കൊണ്ട് തിരിച്ച് ദേവാലയത്തിൽ വന്നു. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ കേവലം അഭിനയം ഇന്നും നടക്കുന്നുണ്ട്. അന്നും അഭിനയം നടക്കുമ്പോൾ സാക്ഷാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കല്ലറകളെ ഭേദിച്ചുകൊണ്ട് വെളിയിൽ വന്നു. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പൂർത്തീകരിച്ചു. 4ാമത്തെ പെരുന്നാൾ പെന്തക്കോസ്തിൻ്റെ പെരുന്നാളാണ്. അത് 50 ദിവസങ്ങൾക്ക് ശേഷമാണ്. പെസഹ മുതൽ 50 ദിവസങ്ങൾക്ക് ശേഷം. പഴയ നിയമത്തിലെ പെസഹയുടെ പെരുന്നാളിൽ ദേവാലയത്തിലുള്ള ഒരു പ്രത്യേകത, അന്ന് കാൽഹീൻ വീഞ്ഞും കാൽഹീൻ മദ്യവും, വീഞ്ഞെന്ന് പറയുന്നതിനകത്ത് ലഹരിയുള്ളതായിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മദ്യമെന്ന് രണ്ടാമതെടുത്ത് വേറൊന്നിനെക്കുറിച്ച് പറയേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ വീര്യമില്ലാത്ത വീഞ്ഞും അതോട് ചേർന്ന് നല്ല വീര്യം ഉള്ള മദ്യവും ദേവാലയത്തിൽ കൊണ്ടുവരണം. കാൽഹീൻ ഇത് ദേവാലയത്തിൽ കയറ്റുന്ന ആകെ ഒറ്റ ദിവസമേ ഉള്ളൂ. അത് ഈ യാഗത്തിൻ്റെ ഈ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ദിവസമാണ്. ഇത് രണ്ടും മനുഷ്യൻ ഉപയോഗിക്കാതെ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. മറക്കരുത്, വീഞ്ഞും മദ്യവും ഒരുമിച്ച് കൊണ്ടുവന്ന് യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ലഹരി പിടിപ്പിക്കുന്ന വസ്തു യാഗപീഠത്തിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് ഇതിനൊരു അർത്ഥമുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് പുളിച്ച വീഞ്ഞ് കൊണ്ട് കുടിക്കാൻ കൊടുത്തപ്പോൾ യേശു അത് കുടിക്കാതെ നിരസിച്ചുവെങ്കിലും തൻ്റെ ക്രൂശിൽ വെച്ച സംഭവം നടന്നതിനാൽ ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് ഈ വീഞ്ഞിനും മദ്യത്തിനും എന്തോ അർത്ഥമുണ്ടെന്നറിയാം. 50ാമത്തെ ദിവസത്തിൽ യഹൂദൻ പഴയ ദേവാലയത്തിൽ വീണ്ടും അതിൻ്റെ അഭിനയം മാത്രം സകലതും കൊണ്ടുവന്ന് വീഞ്ഞും മദ്യവും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ ജനത്തിന് കാണാം, തേണ്ട ഒരു തീ ഇറങ്ങി വരുന്നു. ഒരു തീക്കോളം അവർക്ക് പ്രത്യക്ഷനായി. അവരെല്ലാവരും കൂടെ അപ്പർ ചേംബറിൽ 120ഓളം പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിസിബിളായി അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. സാക്ഷാൽ പെന്തക്കോസ്ത് അവിടെ വെച്ച് പൂർത്തീകരിച്ചു. അവർ പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ, മദ്യം കഴിച്ചവരെ പോലെ വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും ആത്മാവിൻ്റെ ചലനങ്ങൾക്ക് വിധേയരാകുകയും കേൾക്കുവാനും കാണുവാനും തക്കവണ്ണം എന്തൊക്കെയോ അവിടെ സംഭവിക്കുകയും ചെയ്തു. പെന്തക്കോസ്ത് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നിവൃത്തിയായ 4 പെരുന്നാളുകൾ. അത്തരം വിശദീകരണം കൊണ്ട് നമുക്കത് വ്യക്തമാകും. കാര്യം ഈ ആഴ്ചയിൽ അത് ഒന്ന് തൊട്ടതാണ്, ഓടിച്ചു തൊട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതും കൂടെ മതിയായിരിക്കും. ഇനിയും 7 പെരുന്നാളുകളിൽ നിവർത്തിക്കപ്പെടാത്ത 3 ബാക്കിയുണ്ട്. അത് ഈ കൊല്ലം തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരുമാതിരി ചുവ ജീവിക്കുന്നവരെല്ലാം ആഗ്രഹിക്കുന്നു. അല്ലാത്തവർ ഉടനെ അരുതേ കർത്താവ് എന്ന് പറയുന്നു. എത്ര നാൾ കർത്താവ് കാത്തിരിക്കും? അങ്ങനെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചേ ഉണ്ടായിരിക്കും ഇതുവരെയൊക്കെ വന്നത്. ഓക്കെ, ആ പെരുന്നാളുകൾ ഏത് എന്ന് തൊടാം. 5ാമത്തെ പെരുന്നാൾ. 4 നമ്മൾ തൊട്ട് കഴിഞ്ഞു. ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, ലേവ്യ പുസ്തകം 23ന്റെ 24ാമത്തെ വാക്യം. ഫീസ്റ്റ് ഓഫ് ട്രംപറ്റിനകത്ത് അന്ന് മഹാകാഹളധ്വനിയുടെ പെരുന്നാൾ എന്നതിനെ വിളിക്കും. സത്യമായി ഈ കാഹളത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ അറ്റോൺമെൻറ്റിൻ്റെ ദിവസം കാഹളമൂതുന്നത് പോലെ, മഹാപാപ പരിഹാര ബലിയുടെ ദിവസം കാഹളമൂതുന്നത് പോലെ ഇന്നും കാഹളമൂതണം. ഇപ്പോൾ തൊടാനൊക്കത്തില്ല, ഞാൻ അവിടെ വരും. അന്നേരത്തത് ഒന്നുകൂടെ വിശദീകരിക്കാം. ഇപ്പോഴ് അതിൻ്റെ ഒരു വശം ഞാൻ എടുത്തു വരട്ടെ. കർത്താവായ യേശു തൻ്റെ കാഹളം ഊതും. ഒരിക്കൽ കാൽവറിയിൽ ഊതിയ സകല ഭൂസ്യവാസികളുമേ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്നുള്ള ആ 1ാമത്തെ കാഹളം കാൽവറിയിൽ ഊതിയവൻ മധ്യ ആകാശത്തിൽ വന്നു നിന്നുകൊണ്ട് കർത്തൗതൻ ഗംഭീരനാദത്തോടും, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ കർത്തൗതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ഇനിയും പ്രത്യക്ഷപ്പെടുകയും മധ്യാകാശത്തിൽ തൻ്റെ കാഹളം ധ്വനിപ്പിക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം പറഞ്ഞു, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടുകൂടെ എടുക്കപ്പെടുവാൻ ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിനുള്ളവരെ ജീവിപ്പിക്കുന്ന ആ പ്രത്യേക ദിവസം വരുന്നുണ്ട്. അത് കാഹളധ്വനിയുടെ ദിവസമായിരിക്കും. പുതിയ നിയമ ദൈവപൈതലിന് ഇതുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല, അത് നിവർത്തിക്കപ്പെടും. ഈ കാഹളധ്വനിയുടെ പെരുന്നാളിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് ബൈബിളിനകത്തുനിന്ന് മാത്രം കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല, അതിൻ്റെ വെളിയിൽ കൂടെ ഇറങ്ങിയേ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ ബൈബിൾ മാത്രമേ വായിക്കുകയുള്ളൂ, വേറെ ഭൂമിയിൽ ഒന്നും വായിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞ വർഷം കേട്ടു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ല, ബാക്കിയുള്ളവർക്ക് അറിയാം. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ പല പെരുന്നാളുകളും കൊണ്ടാടണമെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരാൾ ചന്ദ്രനെ കണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന പെരുന്നാൾ എന്നാണെന്ന് നേരത്തെ അവർക്ക് അനൗൺസ് ചെയ്യാൻ പ്രയാസം വരും. ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും. കാര്യം എന്ന് ചന്ദ്രനെ കണ്ടോ അന്നേ നടക്കത്തുള്ളൂ. അത് ചില മണിക്കൂറുകൾ മാറും. ഇന്ന് വൈകിട്ട് 6 മണി അല്ലെങ്കിൽ 10 മിനിറ്റിന് ചന്ദ്രനെ കണ്ടാൽ ഇന്നാണ്, കണ്ടില്ലെങ്കിൽ 10 മണി 2 മിനിറ്റിനാണ് വന്നതെങ്കിലോ നാളത്തേക്ക് പെരുന്നാൾ മാറും. ഇതുപോലെ മൂണിനെ കണ്ടെങ്കിൽ മാത്രമേ
നടത്താവൂ എന്ന് പറയുന്ന ഒരു പെരുന്നാൾ യഹൂദനുണ്ട്. അതാണ് മഹാകാഹളധ്വനിയുടെ പെരുന്നാൾ. അത് ചന്ദ്രനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്ന് ചന്ദ്രൻ പ്രത്യക്ഷമാകുമോ ആ ദിവസങ്ങളോട് ചേർന്ന്, ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പിതാവല്ലാതെ പുത്രൻ പോലും ആ നാൾ അറിയുന്നില്ല എന്ന് യേശു എടുത്തു പറഞ്ഞതിൻ്റെ ഒരർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയും. എന്നാണ് ഈ ചന്ദ്രൻ ഉദിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഭൂലോകത്തിൻ്റെ കണക്കുകൾക്കകത്തവർ നിൽക്കത്തില്ല. അവർക്ക് ഇന്ന സ്ഥലത്ത് നിന്നാൽ ചന്ദ്രനെ കണ്ടിരിക്കണം. ആ കണക്കിനകത്തവർ എത്തണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതെന്നാ നടക്കുന്നതെന്ന്. യഹൂദൻ്റെ ആകപ്പാടെയുള്ള 7 പെരുന്നാളുകളിൽ ചന്ദ്രനെ മാത്രം, അന്ന് കാണുന്ന ചന്ദ്രനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന, ദൈവമല്ലാതെ ഭൂമിയിൽ ആർക്കും അറിയാൻ വയ്യ എന്ന് പറയുന്ന ഏക പെരുന്നാൾ കാഹളധ്വനിയുടെ പെരുന്നാളാണ്. എങ്കിൽ ഇപ്രാവശ്യത്തെ സഭയ്ക്ക് വേണ്ടിയുള്ള കാഹളം ധ്വനിക്കുന്നതും പിതാവല്ലാതെ പുത്രൻ പോലും അറിയാത്ത ഒരു പ്രത്യേക കാഹളധ്വനിയുടെ പെരുന്നാളാണ് ഈ കാഹളം ഊതപ്പെടും, മറക്കരുത്. ഓക്കെ, മഹാകാഹളധ്വനിയുടെ പെരുന്നാൾ. അന്നത്തെ ദിവസത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും. അതൊരു രാത്രിയെ കുറിക്കുന്നതാണ്. 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാളിനെ എടുക്കും, മറ്റേയാളിനെ കാണാതെയാകും. രണ്ടാമത് യേശു പറഞ്ഞു, 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. 2 പേർ തിരികല്ലിൽ പൊടിക്കുക. യഹൂദൻ്റെ പാരമ്പര്യത്തിൽ തിരികല്ലിൽ പൊടിക്കുന്നത് ഒന്നുകിൽ ഏർലി മോർണിംഗ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി, ഇല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്, അറ്റ് ദ ഈവനിങ്, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, സൂര്യ ഉദയത്തിങ്കിലോ അസ്തമനത്തിങ്കിലോ ആണ് അവർ തിരികല്ല് ഉപയോഗിക്കുന്നത്. ഒന്ന് വൈകിട്ടാകാം, അല്ലെങ്കിൽ വെളുപ്പിനെയാകാം യേശുവിൻ്റെ വരവ്. മൂന്നാമത്തെ ഉപമ, 2 പേർ വയലിൽ അധ്വാനിക്കുകയായിരിക്കും. അത് പട്ടപ്പകല. ഒരാളിനെ എടുക്കും, വേറൊരാളിനെ തിരസിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ വരവ് രാത്രിയിലാണോ, പകലാണോ, ഉച്ചയ്ക്കാണോ, രാവിലെയാണോ, വൈകിട്ടാണോ, ആർക്കും അറിയാൻ വയ്യ. ആരും നനയാത്ത ഒരു നാഴികയിൽ. മറുവശം, ഭൂമിയുടെ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രിയും. ഇനി ഒരിടത്ത് രാവിലെയും വേറൊരിടത്ത് വൈകിട്ടുമായിരിക്കും. യേശു വരുന്നത് ഒരു സ്ഥലത്തേക്കല്ല, ഒരു ഭൂമിക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനും കൂടെ ഒരുമിച്ച് സാധിച്ചുകൊണ്ട് മധ്യാകാശത്തിൽ യേശുവിൻ്റെ കാഹളം ധ്വനിക്കുന്നതോടെ മഹാകാഹളധ്വനിയുടെ പെരുന്നാൾ നടന്നിരിക്കും. അപ്പോൾ ജീവനുള്ള വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടും മരിച്ചുപോയ വിശുദ്ധന്മാർ കല്ലറകളെ വിട്ട് ഉയർത്തും. ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഒരു ഭക്തൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നേരത്തെ മരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രണ്ടാമതാകെ ഇല്ലെങ്കിലും മുന്നമേ ഉയർക്കുന്നത് നിശ്ചയമായി മരിച്ചവരാകയാൽ ആ 1-ാം ഭാഗം എടുക്കേണ്ടതിന് വേണ്ടി പോകുന്നത് ഒരുമിച്ചാണ്. എങ്കിലും ആ 1-ാം ഭാഗം എടുക്കേണ്ടതിന്, ഒന്നാമനെന്നൊരു പേരെങ്കിലും ഉണ്ടല്ലോ, അതിനുവേണ്ടി ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പേ മരിക്കുകയായിരിക്കും നല്ലത് എന്നൊരു ഭക്തൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്തവൻ രക്ഷപ്പെടുമെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ. നേരത്തെ ആകാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത് കളയാം. ജീവിതം സഹിക്കാതെ വന്നപ്പോൾ അങ്ങ് ആത്മഹത്യ ചെയ്തതേ ഉള്ളൂ, ഇതും സ്വർഗത്തിലാണെന്നൊക്കെ പറയുന്നവരോട് മറക്കരുത്. നരകത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും. ദൈവം തന്ന ജീവനെ ഹനിക്കുന്നവൻ, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് വേറൊന്നില്ല. എന്നെ സന്ദർഭവശാൽ ആ ഒരു പദം പറഞ്ഞതേ ഉള്ളൂ. ചിലരിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, അത് മാറ്റിയെടുക്കേണ്ടതിന് വേണ്ടി ഗൗരവമായി പറഞ്ഞതാണ്. ആത്മഹത്യ 100% പാപവും നരകത്തിന് യോഗ്യവുമാണ്, ഒരിക്കലും ഉണ്ടാകരുത്. പക്ഷേ കർത്താവിൻ്റെ ജീവനെ എടുക്കുന്നെങ്കിൽ കർത്താവ് സന്തോഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയാം. ഞാനിതിനെ വിശദീകരിക്കുന്നതിന് മുന്നമേ 7-ാമത്തെ പെരുന്നാൾ, ഐ എം റിയലി സോറി, ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. അടുത്ത പെരുന്നാളിനെ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെൻറ്റ് എന്ന് വിളിക്കും. ഫീസ്റ്റ് ഓഫ് അറ്റോൺമെൻറ്റ്, അതായത് മഹാപാപ പരിഹാര ബലി. മഹാപാപ പരിഹാര ബലി നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ കാൽവരിയായിരുന്നു. പെസഹയും ഇതും കൂടെ ഒരുമിച്ച് ചേർത്ത് മാത്രമേ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാനൊക്കത്തുള്ളൂ. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ക്രൂശുമരണം അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സഖരിയ പ്രവാചകൻ 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പൗലൂസും പല പ്രാവശ്യമുണ്ട് റോമർ 11-ൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ കാൽവരി അന്നവന് പ്രയോജനപ്പെട്ടില്ല. പക്ഷേ അവർ കൂട്ടമായി കുത്തിയവെങ്കിലേക്ക് നോക്കുകയും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയോട് ഇത് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും യഥാർത്ഥ അറ്റോൺമെൻറ്റ്, ആ മഹാപാപ പരിഹാര ബലി യഹൂദൻ സമ്പാദിച്ചെടുക്കുകയും ചെയ്യും. തൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. നമുക്കത് നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ യഹൂദനത് പ്രയോജനപ്പെടും. അവരെ പറഞ്ഞ് നന്നാക്കേണ്ടതിന് വേണ്ടി 2 ദൈവിക പുരുഷന്മാർ, മോശയും ഏലിയാവെന്നും ഹാനോക്കും ഏലിയാവെന്നും പല അഭിപ്രായങ്ങളുണ്ട്. ആരോ 2 പേരെ സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുകയും അവർ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയും ഇവനായിരുന്നു മശിഹ എന്നത് ഓർമ്മ വരുത്തുകയും ഡേ ഓഫ് അറ്റോൺമെൻറ്റ് യഹൂദൻ നിലവിളിച്ചുകൊണ്ട് ആ ക്രൂശ് മരണം ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞ് അവരത് ഏറ്റെടുക്കുകയും ചെയ്യും. നമുക്കത് നടന്നു കഴിഞ്ഞു. അത് 6-ാം പെരുന്നാൾ. 7-ാമത്തെ പെരുന്നാൾ ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാര പെരുന്നാൾ. ഈ കാഹളധ്വനി ഉണ്ടായാൽ
ആ കാഹളധ്വനി മുതൽ 7 ദിവസം ഇസ്രായേൽ അവരവരുടെ വീടുകൾ ഉപേക്ഷിച്ച് ഒരു പൊതു സ്ഥലത്ത് വന്ന് കൂടാരങ്ങൾ അടിച്ച് ആ കൂടാരത്തിൽ താമസിക്കും. എന്തേ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ ആരാധിച്ചല്ലോ, അന്നവർ കൂടാരങ്ങൾക്കകത്ത് മാത്രമായിരുന്നുവെന്ന് പറയും. പക്ഷേ അറിയാതെ ഒരു റിഹേഴ്സൽ അവർ നടത്തുകയാണ്. വരാൻ പോകുന്ന ഒരു കൂടാരപ്പെരുന്നാളുണ്ട്. നമ്മെ മധ്യാകാശത്തിലേക്ക് എടുത്താൽ, മധ്യാകാശമല്ല നമ്മുടെ വാസസ്ഥലം, സ്വർഗമാണ് നമ്മുടെ വാസസ്ഥലം. എന്നാൽ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോയാൽ ഒരു 7 വർഷം സഭ മധ്യാകാശത്തിലായിരിക്കും. അത് 7 ദിവസത്തെ കൂടാരപ്പെരുന്നാളിൻ്റെ റിഹേഴ്സലാണ്. കൂടാരപ്പെരുന്നാൾ അതിൻ്റെ റിഹേഴ്സലായിട്ടാണ് ഇവിടെ കൂടാരപ്പെരുന്നാൾ ആഘോഷിച്ചത്. അഥവാ ആ 7 വർഷങ്ങൾ കൊണ്ട് സഭ സ്വർഗത്തിലായിരിക്കും, മധ്യാകാശത്തിലായിരിക്കും. അതൊരു 7 വർഷമുണ്ട്. നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇറങ്ങാം. ഒന്ന്, കാഹളധ്വനിയുടെ പെരുന്നാൾ, സെലിബ്രേഷൻ ഓഫ് ജൂബിലിയുടെ സെലിബ്രേഷൻ 25-ാമത്തെ അധ്യായത്തിലുണ്ട്. അന്ന് വസ്തുവകകൾ വീണ്ടെടുക്കണമെന്നും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി യേശു മടങ്ങി വരുമെന്നും നമ്മൾ കണ്ടു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നീ വെള്ളി കൊണ്ട് അടിപ്പ് പണിയാൻ, ഞാൻ പറഞ്ഞതിനകത്ത് ഇതിന് മുമ്പ് എടുത്തിട്ടില്ലാത്ത സബ്ജക്ട്സ് വളരെ കുറവാണ്. ഈ മുമ്പേ തൊട്ട പെരുന്നാളുകൾ അത്രയും ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളതല്ല, ബാക്കിയൊക്കെ തൊട്ടതാണ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശേ നീ വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. 1-ാമത്തെ കാഹളം മൃദുലമായി ഊതിയാൽ ആളുകൾ സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ, നിൻ്റെ അടുക്കൽ വന്നു കൂടേണം. 2-ാമത്തെ കാഹളം ഊതുമ്പോൾ അത് ശക്തിയുള്ള കാഹളമായിരിക്കണം. അത് ഗംഭീരധ്വനിയായി ഊതണം. അത് ഊതുമ്പോൾ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 1-ാമത്തെ കാഹളം കർത്താവായ യേശു കാൽവറിയിൽ മൃദുലമായി ഊതി, സകല ഭൂസ്യമവാസികളുമായവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുകയും എന്ന് വിളിച്ചു പറഞ്ഞു. തങ്കിലേക്ക് വരുന്നവരോട് യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നോട് അടുത്തു വരിക, നിങ്ങൾക്ക് രക്ഷ തരുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന 1-ാം കാഹളം യേശു കാൽവറിയിൽ ഊതി. ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും പുതിയ നിയമം ഉടനീളം പരിശോധിച്ചാൽ, വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ ഇല്ല. യേശുവിനെ രക്ഷകനായി എൻ്റെ വാ കൊണ്ട് ഏറ്റുപറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടു എന്നൊരു പദം ബൈബിളിൽ ഇല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ കോട്ടിക്കളയുന്ന ചിലർ അങ്ങനെ പഠിപ്പിക്കുമെങ്കിലും അവിടെ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടും എന്നേ ഉള്ളൂ. 1-ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി 10-ാം ക്ലാസ് പാസ്സായില്ല, പക്ഷെ ചേർക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും വിശ്വാസം അവർ പാസ്സാകുമെന്ന. തുടർന്ന് 10 വർഷം അവർ പഠിച്ചേ മതിയാകൂ, അധ്വാനിച്ചേ മതിയാകൂ. അതിനുള്ള സാധ്യതകൾ ഉണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെട്ടു എന്ന് ബൈബിളിൽ ഇല്ല. രക്ഷിക്കപ്പെടും. തുടർന്ന് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. വർക്കൗട്ട് യുവർ സാൽവേഷൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ പൂർണ്ണതയിലേക്ക് വരേണ്ടതിന് ദൈവപ്രമാണങ്ങളിൽ നടക്കുക. 2-ാമത്തെ കാഹളം ഗംഭീരധ്വനിയായി ഊതുമ്പോൾ സഭ യാത്ര പുറപ്പെടണം. ഇതിനിടയ്ക്ക് 2 കാഹളങ്ങളും ചേർത്ത് ഗംഭീരധ്വനിയായി ഊതും. അതെപ്പോഴാണെന്നറിയാമോ? സഭ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ. അവിടെയാണ് ഈ ആത്മയുദ്ധത്തിൻ്റെ മുമ്പിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കാഹളത്തിൻ്റെ, ആത്മീക കാഹളത്തിൻ്റെ ഗംഭീര ഊത്ത് കേൾക്കാം. എന്താ കാര്യം? വഴി മുഴുവനും നമുക്ക് ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ ശത്രു എൻ്റെ ശത്രു. കർത്താവേ, അങ്ങ് പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? ദൈവത്തിൻ്റെ ശത്രു എൻ്റെ ശത്രു. എൻ്റെ ശത്രുവിനോട് പോരാടുമ്പോൾ എൻ്റെ ആയുധങ്ങൾ ജഡീകമല്ല, ആത്മീയ ആയുധങ്ങളാകയാൽ ആത്മീയ ശബ്ദങ്ങൾ അതിനകത്തുണ്ടാകും. അത് ഗംഭീരധ്വനിയായിരിക്കും. ഓക്കെ, മഹാകാഹളധ്വനിയുടെ പെരുന്നാളിൻ്റെ ദിവസം നിങ്ങളുടെ രാജ്യത്ത് എല്ലായിടവും കാഹളം ഊതണം. വിടുതലിൻ്റെ കാഹളം ഓരോ സഭകളിൽ മാറ്റി മാറ്റി ഊതുവാൻ നിങ്ങൾ പാർക്കുന്ന സകലയിടത്തും, ആത്മീയരുള്ള എല്ലാ സ്ഥലത്തും കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. 1-ാമത്തേത് കർത്താവിങ്കിലേക്ക് നമ്മെ കൊണ്ടുവന്ന കാഹളമാണ്. അങ്ങനെ ആ 1-ാം കാഹളത്തിങ്കിൽ വന്നവർക്ക് യാത്ര തിരിക്കുവാനുള്ള 2-ാം കാഹളം. ഈ വിളി കേട്ടുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവർക്കായി, ക്രിസ്തുവിങ്കിലേക്ക് വന്നവർക്കായി സ്തോത്രം. ആരെങ്കിലും കർത്താവിൻ്റെ പാദത്തിൽ ദൈവപ്രമാണം അനുസരിച്ച് വരാത്തവർ ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്കറിയാം ഹാർവസ്റ്റ് ടെലിവിഷൻ ഓണാണ്. ഏതാണ്ട് 45 ലക്ഷം ആളുകളാണ് അതിനകത്ത് രാവിലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരായി. നമ്മുടെ വെബ്സൈറ്റുകൾ ഓണാണ്, പല ലൈനുകൾ ഓണായിരിക്കും, പല ചാനലുകൾ. ഇന്ന് പകൽ ലക്ഷങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ കൂട്ടത്തോട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, പൂർണ്ണമായി ഗംഭീരമായി ആ ശബ്ദം ധ്വനിക്കുന്നതിന് മുന്നമേ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയാത്തവർ വർക്കൗട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുവോളം നമ്മുടെ രക്ഷ നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ആ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ.
അത് ആ അനുഭവത്തിൽ വരാത്തവർ ഈ രാവിലെ അനുഭവത്തിലേക്ക് വരിക. ജൂണിന് മുന്നമേ, സ്ഥിതിഗതികൾ മാറുന്നതിന് മുന്നമേ ഒരവസരം കൂടെ ദൈവം തന്നതിനാൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അങ്ങനെ വന്നവർക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ കാഹളം. പെട്ടെന്ന് ക്രൂശിന് വേറൊരു സാധ്യതയുള്ളത്. യെശയ്യാ 53 അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മെ സൗഖ്യമാക്കേണ്ടതിന്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചേക്കാം, നീ തന്നെ രോഗിയല്ലേ? ആന്നേ. നിങ്ങളിൽ പലർക്കും, ലോകത്തിൽ പലർക്കും വരുന്നതിനേക്കാൾ ഗൗരവമുള്ള രോഗം തന്നെ എനിക്ക് വന്നു. എനിക്കതിനകത്ത് യാതൊരു ലജ്ജയുമില്ല പറയാൻ. കാര്യം പാപം മുഖേന ഉണ്ടായ രോഗമല്ലിത്. ഞാനൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. എനിക്ക് രോഗം വന്നപ്പോൾ ആദ്യം ചെയ്തത് പരസ്യമായിട്ടൊരു പരസ്യം കൊടുക്കായിരുന്നു. എന്തിനു രഹസ്യമായിട്ട് വെച്ചേക്കും? ഒരുപാട് പേര് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കാറുണ്ട്. എന്നെ കാണിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കത്തക്ക ഒരാവശ്യവും ഇല്ലാത്തത് കൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാം പരസ്യമായതുകൊണ്ട് ലോകത്തിൽ അനേകർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. ഓക്കെ, ഞാനൊരു കാര്യം തൊടാൻ പോവാം. എനിക്കും ഈ വിഷയത്തിൽ ചിന്താഭാരം ഇല്ലെന്ന് തോന്നണ്ട. ഞാനല്ലേ വേദന അനുഭവിക്കുന്നത്, അപ്പം പിന്നെ എനിക്കുണ്ടായില്ല, വേറെ ആർക്കാണ് ഇതുണ്ടാകുന്നത്. പക്ഷെ കർത്താവിനോട് ഇടപെട്ട ഒരു ഭാഗം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവറിയുടെ ക്രൂശിൽ തൂങ്ങി നിൽക്കുക. താഴെ നിൽക്കുന്നവർ മുഴുവനും വിളിച്ചു പറയുന്നുണ്ട്, ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞവനെ, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവനെ, ഇറങ്ങി വാടാ, നിനക്ക് കഴിവുണ്ടെങ്കിൽ ഇറങ്ങി വാ. തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞില്ലയോ, നിന്നെ തന്നെ രക്ഷിച്ച് ഇറങ്ങി വേടാ, ഞങ്ങളെ കൂടെ കൊണ്ടുകൂടാ. ഇതെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപമാനം നിന്ന വട്ടത്തിൽ നിന്ന് ഉയരുകയാണ്. അതിനിടയിലാണ് യേശു ഒരു ശബ്ദം കേൾക്കുന്നത്, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. യേശു പൊളിഞ്ഞ് തകർന്ന് ക്രൂശെ തൂങ്ങിക്കിടക്കുകയാണ്. മുഖം മുഴുവൻ തുപ്പലിനാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തതിൻ്റെ രക്തമൊഴുകുന്നു. അടിമുടി രക്തമൊഴുകി കിടക്കുകയാണ്. ക്രൂശിൽ ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടുമ്പോൾ കാൽമുട്ടിൽ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കും. വീണ്ടും കാലുകളിലെ ആണിയുടെ വേദന അധികമാകുമ്പോൾ താഴോട്ട് താഴും. വീണ്ടും ശ്വാസം മുട്ടും. ഇങ്ങനെ ഡാൻസ് ചെയ്താണ് ഒരാൾ ക്രൂശിൽ മരിക്കുന്നത്. ഈ ഡാൻസിൻ്റെ ഇടയ്ക്കാണ് ഈ ശബ്ദം കേൾക്കുന്നത്. നിന്നയുടെ ഇടയിലാണ്. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ. എൻ്റെ സ്ഥിതി കണ്ടില്ല ന്ന് യേശു ചോദിച്ചില്ല. പകരം അടുത്ത പദം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഞാൻ ഈ ക്രൂശിൽ കയറിയത് കൊണ്ട് പറുദീസ തുറക്കുന്ന അധികാരമൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് മറ്റുള്ളവന് ആവശ്യത്തിന് വേണ്ടി, വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് തൻ്റെ സഭയാകുന്ന സഭയ്ക്ക് വേണ്ടി, സഭയാം ശരീരത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ എനിക്ക് കൃപ ലഭിച്ചു. പൗലോസേ, അങ്ങ് വലിയ വിശ്വാസവും അഭിഷേകവും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ എന്തടി കാരാഗ്രഹത്തിൽ കിടക്കുന്നത്? പറയാം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് തൻ്റെ സഭയാം ശരീരത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിൽ വഹിക്കുവാൻ കർത്താവ് ഒരു പദവി തന്നതാകയാൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ദൈവത്തെ പ്രസാദിപ്പിക്കാം. യേശുവേ, അങ്ങയ്ക്ക് ഇന്നും പറുദീസയുടെ അധികാരം പറയാനുണ്ടോ? ഇന്നും പറുദീസ തുറക്കുവാൻ അങ്ങയ്ക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ ഇറങ്ങി ഇവരെ കാണിക്കണ്ടേ? നോ, എൻ്റെ നിത്യതയുടെ പദ്ധതി എന്തെന്ന് എനിക്കറിയാം. ഞാൻ രോഗിയാണ്, ഇതിനകത്തിരിക്കുന്ന പലരും രോഗികളാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ രോഗം പ്രസംഗിക്കുമെന്നല്ല, രോഗശാന്തി പ്രസംഗിക്കും. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം അതിനുള്ള അധികാരം എന്നിൽ നിക്ഷിപ്തമാണ് എന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന കൃപയാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ മുന്നോട്ട് വന്നോട്ടെ. 1-ാം കാഹളത്തെങ്കിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്നവർക്ക് താൽക്കാലികമായി ഈ ഭൂമിയിൽ ലഭിക്കുന്ന വേറൊന്നാണ് ഭൗതിക നന്മകൾ. ഭൗതിക നന്മകൾ തിരുവചനത്തിൻ്റെ പ്രസംഗ വിഷയമാണോ? ആകുന്നു. കാര്യം ഭൗതികമായ തിന്മകളല്ല നമ്മൾ പറയുന്നത്, നന്മകൾ തന്നെയാണ് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പല ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ പത്രോസിനെ എൻ്റെ കർത്താവ് വിളിക്കുമ്പോൾ, മുക്കവനായിരുന്ന പത്രോസിനെ എൻ്റെ കർത്താവ് വിളിക്കുമ്പോൾ, എക്സിൻ്റെ ഷേപ്പിലുണ്ടാക്കിയ ഒരു കുരിശിൽ തലകീഴായി കുരിശിച്ച് കൊല്ലുകയാണ് ഇങ്ങേരുടെ വിധി എന്നറിയാം. ഓക്കെ, ഒരു കുരിശിൽ തലകീഴായി കുരിശിച്ച് കൊല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ വിധി എന്ന് യേശുവിന് നന്നായി അറിയാം. പക്ഷേ പത്രോസിനോട് കാര്യം മിണ്ടി പോലുമില്ല. വാ, നിന്നെ കുരിശിച്ചേക്കാമെന്ന് പറഞ്ഞല്ലേ, പറഞ്ഞ അങ്ങനെ വരികയില്ലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞത്, വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. അതും ചെയ്യും മോനെ. ഈ സാഹചര്യത്തിൽ നിന്നോട് കഷ്ടം അനുഭവിക്കുന്നതിനെക്കുറിച്ച് പറയാൻ ഒക്കത്തില്ല. അതിനൊരു അഭിഷേകത്തിൻ്റെ ആവശ്യമുണ്ട്. നിന്നോട് കാര്യം പറയണമെങ്കിൽ പത്രോസേ, അങ്ങയോട് ഈ കാര്യം പറയണമെങ്കിൽ ഇതിനിടയ്ക്കൊരു അഭിഷേകം നടക്കണം. അത് നടന്നു കഴിയുമ്പം പറയാം. അതുവരെ ഇത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. ബിഗിനേഴ്സിനോട് ഭൗതിക നന്മ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ തന്നെ പാറ്റേണായിരുന്നു. എന്നാൽ ഒരു അഭിഷക്തനോട് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി എന്തെല്ലാം സഹിക്കേണ്ടി വരും എന്ന് ഞാൻ അറിയുന്നു. ഒരിക്കൽ പൗലോസിനെ, ശൗലിനെ അടിച്ചു വഴിയിലിട്ടേച്ച് കർത്താവ് തൻ്റെ ഭൃത്യനോട് പറയുന്നൊരു പദമുണ്ട്, നീ അങ്ങോട്ട് ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിര്. അദ്ദേഹം പറഞ്ഞു, കർത്താവ് എന്തുവായി പറയുന്നത്? അവൻ ക്രിസ്ത്യാനിയെ കൊല്ലാൻ ഇറങ്ങിയതാ. പറഞ്ഞിടാ, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കാനിരിക്കുന്നു എന്ന് എനിക്കറിയാം. അവന് കാണിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു കൊടുക്കും. അവൻ ഇതൊക്കെ സഹിക്കേണ്ടവനാണ്. എന്നാൽ ഇപ്പം ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിര്, അവൻ്റെ കണ്ണൊന്ന് തുറന്നു വരട്ടെ. പലപ്പോഴും സഹിക്കുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി സ്തോത്രം. പക്ഷേ അത് ബിഗിനേഴ്സിൻ്റെ ചരിത്രമല്ല. ബിഗിനേഴ്സിനോട്
എപ്പോഴും ഭൗതിക നന്മകൾ മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, ലോകത്തിൽ സുവിശേഷകരും പറയാറുള്ളൂ. അകത്തോട്ട് കയറുമ്പോഴറിയാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കും. എന്തിനാണെന്നറിയാമോ? പ്രതിഫലത്തിന് വേണ്ടിയാണ് നമ്മൾ അവിടോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വേദനകൾ അവൻ ചുമക്കുകയും രോഗങ്ങളെ വഹിക്കുകയും ചെയ്തതിനാൽ ഇവിടെ രോഗശാന്തി, ഇവിടെ ഭൗതിക വിടുതലുകൾ, ഇവിടെ ഭൗതിക നന്മകൾ, നമ്മുടെ രക്ഷയ്ക്ക് അപ്പുറത്ത് അവയും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ലഭിക്കുവാൻ കഴിയും. അത് ക്രൂശിൻ്റെ താൽക്കാലികമായ ഒരു നന്മയാണ്. ഈ ക്രൂശിൽ യേശു വിളിച്ചു പറഞ്ഞു, വരിക, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. താൻ മരിച്ചു, 3-ാം നാൾ ജീവനോടെ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. ഞാൻ അങ്ങോട്ട് ചാടി പോകാണ്. 1 മണിക്കൂർ കൊണ്ടെങ്കിലും തീരണമല്ലോ. അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ പ്രതീക്ഷിച്ചാണ് കയറിയത്, മേ ബി 1 അവർ. ഓക്കെ, തുടർന്ന് ക്രൂശ് കൊണ്ട് ഇപ്പോഴത്തെ സാധ്യതയും വരുവാനുള്ള സാധ്യതയും രണ്ടും ഒരുപോലെ യേശു നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ഈ യേശു ഇനിയും വന്ന് തൻ്റെ കാഹളം ധ്വനിപ്പിക്കും. അന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ ഇങ്ങോട്ട് പറയുന്നത് ഒരു ചെറിയ ശേഷിപ്പ്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ, സ്നാനപ്പെട്ടു എന്ന് പറയുന്നവർ എല്ലാവരും ഈ കൂട്ടത്തിലുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഒരു കൊച്ചു ശേഷിപ്പ് മാത്രമേ ഈ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ കാണത്തുള്ളൂ. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ നീതിമാനും ഭാഗ്യവാനും ആകുന്നു. അവൻ ഭാഗ്യവാനാണ്, അവൻ ദൈവസന്നിധിയിൽ നീതിയുള്ളവനാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ അങ്ങേയറ്റത്തെ ആശ എൻ്റെ ചർച്ച് മുഴുവനും, അല്ലെ എന്നെ കേൾക്കുന്ന മുഴുവൻ പേരും 1-ാം പുനരുത്ഥാനത്തിൽ വേണമെന്ന്. അയ്യോ, അത് എൻ്റെ മാത്രം ആശയല്ല, കാൽവറിയിലെ യേശുവിൻ്റെ ആശയാണ്, പിതാവാം ദൈവത്തിൻ്റെ ആശയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആശയാണ്, മുഴു ദൈവസഭയുടെയും ആശയ. ആകയാൽ വരിക എന്നാത്മാവും മണവാട്ടിയും പറയുക. ഇതെല്ലാം പറഞ്ഞാലും ഇതിൽ നിന്ന് അനുഭവിക്കുന്നവർ ചുരുക്കമേ കാണത്തുള്ളൂ. വളരെ ചെറിയ ഒരു ശേഷിപ്പ്, അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ചെറുതും വലുതുമായ സകലതും, പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കത്തക്കവണ്ണം, നമ്മുടെ കൊടുക്ക വാങ്ങലുകൾക്ക് കണക്ക് കൊടുക്കത്തക്കവണ്ണം, ഓരോ വാക്കുകൾക്കും വില കൊടുക്കത്തക്കവണ്ണം, നിസ്സാരമായ എല്ലാത്തിനും വില കൊടുക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ അധ്വാനിക്കുന്നവർക്കായി സ്തോത്രം. ഇതുവരെ അതുണ്ടായിട്ടില്ലെങ്കിൽ ഇന്നൊരു പുതിയ തീരുമാനത്തോടെ വേണം നമ്മൾ എഴുന്നേൽക്കുവാൻ. യേശുവിൻ്റെ വരവ് സമീപമാകയാൽ ആ ചെറിയ കൂട്ടത്തിൽ എന്നെയും കാണണമേ കർത്താവേ എന്ന് പറയാം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ ഈ ഭൂമിയിൽ ശുദ്ധീകരിക്കപ്പെട്ട മണവാട്ടി തന്നെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ കാഹളധ്വനിയെ തുടർന്നു പോകുന്ന പോക്ക് 7 വർഷത്തേക്കുള്ള കൂടാരപ്പെരുന്നാളിലേക്ക് നമ്മൾ പതുക്കെ കയറുകയാണ്. കൂടാരപ്പെരുന്നാൾ യേശുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ 1 തെസ്സലോനിക്കർ 4:16 കൊരിന്ത്യർ ലേഖനം നമ്മൾ ആ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. റാപ്ചർ നടക്കാൻ പോകുകയാണ്. ഈ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഉണ്ടായിരിക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും ബ്ലെസ്സഡ് ആൻഡ് ഹോളി ഈസ് ദ വൺ ദാറ്റ് ഹാഡ് പാർട്ട് ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. മുമ്പ് ഞാൻ നീതിമാൻ എന്ന പദമാണ് പറഞ്ഞ്, ക്ഷമിക്കണം, തെറ്റിപ്പോയി. വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. ആ വിശുദ്ധമായി ജീവിക്കുവാൻ, ആ ഭാഗ്യം കരസ്ഥമാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. തണ്ട നിൽക്കുന്നു ഒരു 144,000 പേർ. സഭ അവിടെ ചെല്ലുമ്പോൾ അവരോടുകൂടെ യഹൂദ ഗോത്രങ്ങളിൽ നിന്ന്, ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരായി ഇതേ പദവി കരസ്ഥമാക്കേണ്ടതിനായി ഒരു 144,000 പേരെ കർത്താവ് അവിടെ കരുതിയിട്ടുണ്ട്. അവരോട് ചേർന്ന് ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ വിശുദ്ധ ജീവിതം സൂക്ഷിച്ച 10,000 ലക്ഷങ്ങൾ, എണ്ണിക്കൂടാത്തോ ഒരു പുരുഷാരമെന്നാണ് പറയുന്നത്. നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ച് എണ്ണിക്കൂടാൻ കഴിയത്തില്ലെന്ന് പറയും. അതുപോലെ പറയുന്ന ഒന്നാണ് ഒരു മഹാപുരുഷാരം. കയ്യിൽ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിലാണ് ആഘോഷപൂർവ്വം ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങി വരുന്നവരും ഇവിടെ നിന്ന് എടുക്കപ്പെടും. ഒരു 144,000 പേർ ഒരുമിച്ച് ഒരു മഹാസമൂഹം യേശുവിനോടുകൂടെ എടുക്കപ്പെടുന്നവരായിട്ടുണ്ട്. അതിനകത്തു നിന്ന് തൻ്റെ മണവാട്ടിയെ നോക്കി പോകുന്നത് മണവാട്ടിയാണ്. തൻ്റെ മണവാട്ടിയെ നോക്കിക്കൊണ്ട് ഇതാ ഇവളാകുന്നു കന്യക എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലൂടെ പോകുമ്പോൾ പലയിടങ്ങളിലായി നമുക്കതിൻ്റെ പൂർണ്ണ രൂപം കാണാം. 19-ാം അധ്യായത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാന രൂപം നമുക്ക് കാണുവാൻ കഴിയും. സഭ സ്വർഗത്തിലെത്തുന്നതോടുകൂടെ ദൂതന്മാരുടെ ഇടയിൽ നിന്നൊരു ചോദ്യമുണ്ടാകും, ആരാണിവർ? ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, ആരിവർ രാജനോടൊപ്പമായി പന്തിയിരിക്കുന്ന വിശുദ്ധ സഭ ഇവരാരാണ് എന്ന് സ്വർഗത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം. അതിനൊരു മറുപടി മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞു, യജമാനനെ, നിങ്ങൾക്കറിയാമല്ലോ ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവരാണ്. ഇന്ന് പകൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി കഴുകി വെളുപ്പിച്ചുവെന്നും കറ, ചുളുക്കം, വാട്ടം, മാലിന്യം, എന്തവാ അത്, ഏത് നിസ്സാരവാക്കും ചെയ്ത ഏത് പ്രവൃത്തിയും ദൈവദത്തമായി ലഭിച്ച നന്മകൾ ഉപയോഗിച്ച ഓരോന്നും, അല്ലെങ്കിൽ അതിന് ദുരുപയോഗം ചെയ്യാതിരുന്ന സന്ദർഭങ്ങൾ ഓരോന്നും എൻ്റെ ദൈവത്തിന് ഓർമ്മയുണ്ട്. അത് മുഴുവൻ്റെയും കൂടെ ആകത്തുക
വെറുതെ ഒരുമിച്ച് ചേർന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികളെ അലക്കി വെളുപ്പിച്ചവരാണ് ഈ നിൽക്കുന്ന ദൈവസഭ. ഇതാ കാന്ത യേശുവിനെ എതിരേൽക്കുവാൻ വന്ന് നിൽക്കുകയാണ്. തൻ്റെ മണവാട്ടി യോഹന്നാൻ 3:2 അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെപ്പോലെ കാണപ്പെടേണ്ടതിനായി മണവാളനാകുന്ന ക്രിസ്തുവിന് അനുരൂപയാകേണ്ടതിന് വെള്ള ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കൃപ ലഭിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ 7 വർഷത്തെ മധ്യാകാശ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരിക്കും. ഒന്ന്, ബീമ എന്ന കോടതി, അതായത് നമുക്ക് പ്രതിഫലങ്ങൾ പകുത്തു തരുവാനുള്ള, നമുക്ക് വ്യത്യസ്ത കിരീടങ്ങളും ബഹുമതികളും നൽകുവാനുള്ള ദൈവിക അവസരമായിരിക്കും. അതിനടുത്തത് ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ മുഴുവനും തുടച്ചു കളയും. മാത്രമല്ല തൻ്റെ മണവാട്ടിയെ കിരീടങ്ങൾ യേശു അണിയിക്കും. താൻ തന്നെ രാജാവായി രാജ്യത്വം ഏറ്റെടുക്കും. രാജ്യത്വം ഏറ്റെടുത്തതായ കർത്താവായ യേശു, ഇതുവരെയും യേശു രാജ്യത്വം ഏറ്റിട്ടില്ല, രാജ്യത്വം ഏൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ ആരംഭ ഭാഗങ്ങളെ നടന്നിട്ടുള്ളൂ. ഇന്നുവരെയും യേശു രാജ്യത്വം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ തൻ്റെ മണവാട്ടിയെ തയ്യാറാക്കിയ ശേഷം, അവളെ ആണിയിച്ച് ഒരുക്കിയ ശേഷം യേശു കിരീടധാരണം നടത്തും. താൻ തന്നെ കിരീടം വെച്ചുകൊണ്ട് തൻ്റെ പിതാവിങ്കിൽ നിന്ന് രാജ്യം ഏറ്റുവാങ്ങുകയും ഭരണം ഏറ്റെടുക്കുകയും രാജാവായി യേശു രാജ്ഞിയാകേണ്ടതിന് തൻ്റെ വിശുദ്ധ സഭയുമായി വിവാഹം കഴിക്കുകയും ചെയ്യും. ഇതാണ് 7 വർഷത്തെ ആ മധ്യാകാശ ജീവിതം കൊണ്ട് നമുക്ക് സിദ്ധിക്കേണ്ടത്, നമുക്ക് ലഭ്യമാകേണ്ടത്. വിവാഹം എന്ന പദം കൊണ്ട് പുതിയ നിയമസഭയും യേശുവും തമ്മിലുള്ള വിവാഹം എന്ന പദം കൊണ്ട് ഭൂമിയിലെ വിവാഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലെ വിവാഹത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന സ്വർഗീയ വിവാഹത്തിൽ ഇനി ഒരു നാളും പിരിയാതെ എനിക്കുള്ളത് നിൻ്റേതും നിനക്കുള്ളത് എൻ്റേതും നീ എൻ്റേതും എന്ന് പറഞ്ഞ് പിരിയാതെ വസിക്കുന്ന ഒരു ബന്ധത്തെയാണ്, ഒരു ഉടമ്പടിയെയാണ് വിവാഹം എന്ന പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഈ വിശുദ്ധ വിവാഹം നടക്കുകയും ചെയ്യും. മാരേജ് ഓഫ് ദ ലാംബ് ബീമ കോടതിയിൽ നമുക്ക്, അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ പകുക്കുന്ന കോടതിയിൽ നമുക്ക് അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടാകണം. എളുപ്പം അവിടെ നിന്ന് പോയേ മതിയാകത്തുള്ളൂ. അക്കോർഡിംഗ് ടു ദ ലേബർ, നമ്മൾ എങ്ങനെയൊക്കെ അധ്വാനിച്ചോ അതിന് തക്കവണ്ണം. എനിക്ക് അധ്വാനിപ്പാൻ ആഗ്രഹമുണ്ടായിരുന്നു, വളരെ നല്ല കാര്യം. പക്ഷേ ആഗ്രഹത്തിന് പ്രതിഫലമില്ല, പ്രവൃത്തികൾക്കാണ് പ്രതിഫലമുള്ളത്. മറക്കരുത്, ആഗ്രഹത്തിനൊത്തവണ്ണം ന്യായവിധി ഉണ്ടാകും, ചിന്തകൾക്കൊത്തവണ്ണം ന്യായവിധി ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ പ്രതിഫലം ലഭിക്കുന്നത് ചിന്തകൾക്കൊത്തവണ്ണമല്ല, ആഗ്രഹത്തിനൊത്തവണ്ണമല്ല. പ്രതിഫലം ലഭിക്കുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും. പൗലോസ് ഇവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞത് ഓർമ്മിപ്പിക്കട്ടെ. ഭയത്തോടെ എന്നോട് തന്നെ ഞാൻ പറയുക, ഭയത്തോടെ. അതേസമയത്ത് ഇതിനകത്തിരിക്കുന്നവരും വെളിയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുമായ സകലരും ഒരുമിച്ച് കേൾക്കേണ്ടതിനായി നമ്മുടെ പ്രവൃത്തി കണക്കിടുന്നത് ഉണ്ടാക്കിയ വിളവിനനുസരിച്ചാണ്. ഞാനൊരു വർഷം മുഴുവനും വിതച്ചു, കൊയ്യാൻ ഒന്നുമില്ലായിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രയത്നം വൃഥാവായിപ്പോയി. മണലിൻ്റെ മേൽ വീട് പണിതവൻ പണിയാഞ്ഞിട്ടല്ല, അധ്വാനിക്കാഞ്ഞിട്ടല്ല, വീട് വീണുപോയതിനാൽ, ഫൈനൽ ഡേയിൽ അത് ദൈവം മുമ്പിൽ കാഴ്ചവെക്കാനൊന്നും ഇല്ലാതെ പോയതിനാൽ അവൻ്റെ പ്രതിഫലം കിട്ടാതെ പോയി. അതിനകത്ത് സംശയം വേണ്ട കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുമ്പോൾ, നിങ്ങളാണ് എൻ്റെ പ്രശംസാകിരീടം, നിങ്ങളാണ് എൻ്റെ പ്രതിഫലം. നിങ്ങൾ വീണാൽ ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാര്യം, ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ചു, ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് കൊണ്ടുവന്നു, ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിങ്കിൽ നിന്ന് തെറ്റിപ്പോയാൽ എൻ്റെ കിരീടം പോയി, എൻ്റെ പ്രതിഫലം പോയി, എനിക്കൊരു പ്രതിഫലമില്ലാതെ വരും. ഇന്ന് പകൽ പ്രതിഫലത്തിനു വേണ്ടി നിലനിൽക്കുന്ന ചില ഫലങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ കാര്യം മറക്കരുത്. അധ്വാനിച്ചതിനായി സ്തോത്രം, അതിന് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ റിസൾട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശോധന ചെയ്യണം. ഞാൻ എൻ്റെ സഹശുശ്രൂഷകന്മാരോട് കൂടെ പറയാറുള്ള പദം അതാണ്. റിസൾട്ടുണ്ടോ, ഇല്ലെങ്കിൽ സംതിങ് റോങ്. പ്രതിഫലം തരുവാൻ ദൈവത്തിനും കൂടെ ഇല്ലാതെ വരും. ഞാനിവിടെ നിന്ന് പോവുകയാണ്. പ്രവൃത്തികൾക്ക് അടുത്തവണ്ണം പ്രതിഫലം ലഭിക്കുമ്പോൾ വി ഗെറ്റ് ദ മെഡൽസ്. ഒരുപാട് ഇത് മാനുഷിക ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി പറയുക. ഈ പറയുന്ന മെഡൽസ് എന്താണെന്ന് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. നമുക്കവരാശയം കിട്ടേണ്ടതിന് വേണ്ടി മാത്രം ഇതെടുക്കുകയാണ്. വ്യത്യസ്തമായ മെഡലുകൾ, വ്യത്യസ്തമായ ബഹുമതികൾ, ട്രോഫികൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. വ്യത്യസ്ത കിരീടങ്ങൾ തൻ്റെ സഭയെ തന്നെ അണിയിക്കുന്ന ദിവസമാണ്. വ്യത്യസ്ത കിരീടങ്ങളും മറ്റും നമുക്കുണ്ടായിരിക്കും. മറക്കരുത്, ഇതേ സമയം ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു? 7 വർഷത്തെ കൂടാരപ്പെരുന്നാൾ മധ്യാകാശത്തിൽ ദൈവത്തിൻ്റെ തിരുസഭ ആചരിക്കുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ എതിർ ക്രിസ്തു ഭരിക്കുന്നു.
ഇതിനോടകം ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകണം, ഒരു യുദ്ധം ഉണ്ടായാൽ മതിയാവും. പല കാര്യങ്ങളുണ്ട്. എതിർ ക്രിസ്തു ഇവിടെ ഭരിക്കുകയായിരിക്കും. എതിർ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് എതിർ ക്രിസ്തു വരുമെങ്കിൽ 94% ക്രിസ്ത്യാനികളും അതിനെ അംഗീകരിച്ചിരിക്കും. കാര്യം അവൻ്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ സഭയ്ക്കകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ വക. എന്നാൽ ഇതില്ലാതെ വിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഇവൻ്റെ ഭരണകാലത്തെ മഹാ ഉപദ്രവകാലം എന്നും വിളിക്കും. ഈ മഹോദ്രവത്തെ 2 കാലഘട്ടങ്ങളായി വേർതിരിച്ചു. ഞാനിവിടെ ഒരു കാര്യം എടുത്തു പറയാം. എതിർ ക്രിസ്തു എന്നൊരാൾ ഇനി വരത്തുപോലുമില്ല എന്നൊരു പഠിപ്പ് ഈയിടെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കേട്ടു. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പിശാച് 1 തോറ്റാലും 7 തോറ്റാലും നിർത്തുകയില്ല. അവൻ പിന്നെ എഴുന്നേറ്റ് വരും. എതിർ ക്രിസ്തു എന്നൊന്നില്ല. കാരണം അത് ഡയോക്ലീഷ്യസ് എന്ന ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നതാണെന്നും 666 മുതൽ ഉള്ള ചിഹ്നങ്ങൾ മുഴുവനും അവനിൽ പൂർത്തീകരിക്കപ്പെട്ടുവെന്നും എടുത്തു പറയുന്നവർ ഉണ്ട്. അതുകൊണ്ട് ഇനി ആര് എതിർ ക്രിസ്തുവിനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ജീവിച്ച് നിശ്ചയം നരകത്തിൽ പോകണം എന്നവർ തറപ്പിച്ച് പറയുക. ക്ഷമിക്കണം, ആ വാചകങ്ങൾ കൊണ്ട് ഞാൻ ഒതുക്കുകയാണ്, അതിൽ കൂടുതൽ പോകുന്നില്ല. പക്ഷേ 1 യോഹന്നാനിലേക്ക് വന്നാൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ, എതിർ ക്രിസ്തുക്കൾ പലരും എഴുന്നേറ്റ് കഴിഞ്ഞു. എതിർ ക്രിസ്തു കേവലം ഒരു വ്യക്തിത്വമല്ല. നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞ എതിർ ക്രിസ്തു ഇറ്റ്സ് എ സിസ്റ്റം. അതിനകത്ത് ഒരുപാട് എണ്ണമുണ്ട്. അതിലൊന്ന് ഡയോക്ലേഷ്യനായിരുന്നു. അതുപോലെ പല പുള്ളികൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവസഭയെ പീഡിപ്പിച്ചവരും ഉപദ്രവിച്ചവരും നശിപ്പിച്ചവരും ഉപദേശത്തിൽ തെറ്റിച്ചവരുമായി ആത്മീകരെന്നും ഭൗതികരെന്നും പറയുന്നവർ ഒരുപാട് എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞു. എന്നാൽ ഇവയുടെ മൂർത്തിഭാവം വെളിപ്പെട്ടു വരും. ആ മൂർത്തിഭാവം വെളിപ്പെടുന്നതോടുകൂടെ എതിർ ക്രിസ്തു നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അവന് 666 മുദ്രയേൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഭരണം നടത്തും. അന്ന് ഇവിടെ ചിലത് നടന്നേ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിൽ കൈവിടപ്പെട്ടവരായി ഒരുപാട് പേര് കാണും. ദ അബ്സല്യൂട്ട് മജോറിറ്റി കൈവിടപ്പെടും. കറ, ചുളുക്കം, വാട്ടം, മാലിന്യവ ഒന്നുമില്ലാതെ തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും ഭക്തിയിലും മാത്രം പാലിച്ചവർ മാത്രമേ ഈ 1-ാം വരവിൽ കാണത്തുള്ളൂ. അല്ലാത്തവർ കൈവിടപ്പെടും. അല്ലാത്തവർ എന്തോ വേണം നിശ്ചയമായിട്ട് വരുന്ന ആഴ്ചകൾ കൊണ്ട് പറയണം. സുനിൽ പാസ്റ്റർ ഇന്നലെ എന്നോട് പറഞ്ഞ ഒരു പുസ്തകം പ്രിൻ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു കോപ്പി കൊടുത്താലും നല്ലതാണെന്ന കാര്യം ഒത്തിരി പേര് കൈവിടപ്പെടും. അവരറിഞ്ഞിരിക്കട്ടെ ഒരു ചാൻസ് കൂടെ ഉണ്ടെന്ന്. മണവാട്ടി സഭക്കാരത്തില്ല, അത് കഴിഞ്ഞു, ക്ലോസ്ഡ്. എന്നാൽ കുറഞ്ഞ പക്ഷം നരകത്തിൽ പോകാതെ സ്വർഗത്തിലെത്താൻ. പക്ഷേ ഇന്ന് പാടുപെടുന്നതിൻ്റെ 500 ഇരട്ടി പാടുപെട്ടെങ്കിലേ അത് നടക്കത്തുള്ളെന്നും കൂടെ ഞാൻ ഓർപ്പിക്കാം. ഇന്ന് പാടുപെടുന്നതിൻ്റെ 500 ഇരട്ടി. എന്നാൽ പിന്നെ ഇന്ന് മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ച് മണവാട്ടി സഭയിൽ പോകുമല്ലോ. മറ്റേ നടക്കുന്നത് എളുപ്പമല്ല. പക്ഷെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവരെ ഒടുവിലത്തെ ട്രിബുലേഷൻ സെയിൻസ് എന്നവരെ വിളിക്കും, അല്ലെങ്കിൽ മഹാപീഡനകാലത്തെ വിശുദ്ധന്മാർ എന്നവരെ വിളിക്കും. അങ്ങനെയുണ്ട്. അതിന് മുന്നമേ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയാം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ രഹസ്യവരവിൽ എടുക്കപ്പെട്ട ദൈവസഭയുമായി 7 വർഷം മധ്യാകാശത്തിൽ കഴിഞ്ഞാൽ അവിടുന്ന് തൻ്റെ സഭയുമായി താൻ മടങ്ങി വരുമെന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവിൽ മനുഷ്യന് കാണത്തക്കവണ്ണം അവനെ ക്രൂശിച്ചവരും അവനെ കുത്തിയവരും അവനെ പരിഹസിച്ചവരും അവനെ ഉപദ്രവിച്ചവരും അന്നും ഇന്നും ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുന്നവരുമായ സകലരും കാണുക. അന്ന് സഭയെക്കുറിച്ച് പറഞ്ഞ നാമും ചിറകുകൾ ധരിച്ച പ്രാക്കളെപ്പോലെ ക്രിസ്തുവിനോടുകൂടെ പറന്ന് കയറുകയും തന്നോടുകൂടെ പറന്നിറങ്ങുകയും ചെയ്യും. കുതിരപ്പുറത്ത് പ്രത്യക്ഷമായി എന്നൊരു പദമുണ്ട്, പറക്കുന്നവരായി പ്രത്യക്ഷമാകുമെന്നൊരു പദമുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്തോ ഒരാശയം ലഭിക്കേണ്ടതിനാണ് ഈ ചിത്രങ്ങളൊക്കെയും നമ്മൾ എടുക്കുന്നത്. ഇത് മനസ്സിനകത്തൊന്ന് കിട്ടേണ്ടതിന് തൻ്റെ ഭക്തന്മാരുമായി ഇറങ്ങി വരും. പുസ്തകങ്ങൾ തുറക്കും. ഇവിടെ വന്നാൽ ഉടനെ ഒരു കൊച്ചു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അന്ന് എതിർ ക്രിസ്തു ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഞാനങ്ങ് ചാടിപ്പോക്കോട്ടെ, എനിക്കൊരു പ്രവചന പദം കൂടെ എടുക്കേണ്ടതുണ്ട്. ഞാൻ എടുത്തെന്ന് തോന്നുന്നല്ലോ. സാമുവേൽ ബെൻ പറഞ്ഞൊരു പ്രവചനം ഞാൻ എടുത്തിരുന്നു. അതിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, സാമുവേൽ ബെൻ എന്ന് പറഞ്ഞ 1500ഓടുകൂടെ യഹൂദൻ്റെ രാജ്യം വീണ്ടും അറ്റാക്ക് ചെയ്യപ്പെടും. തുടർന്ന് 8 ജൂബിലികൾ അല്ലെങ്കിൽ 400 വർഷം ഇത് ജാതികളാൽ ചവിട്ടപ്പെടും. അതെ, ഒട്ടോമൻ ഗവൺമെൻറ് അവിടെ ഭരിച്ചു, തുർക്കികൾ അവിടെ ഭരിച്ചു. അതിനെ തുടർന്ന് ഒരു ജൂബിലി നോമെൻസ് ലാൻഡ് എന്നറിയപ്പെടും. അങ്ങനെ അറിയപ്പെട്ടു ബ്രിട്ടീഷുകാർ. ഇതെടുത്ത കാലം ഇറ്റ് ബിലോങ്സ് ടു നോബഡി അങ്ങനെ കിടന്നു. അതിനെ തുടർന്ന് യെരുശലേം തിരികെ പിടിക്കുകയും 50 വർഷം കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ജൂണിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതോടുകൂടെ മശിഹയുടെ പ്രത്യക്ഷതയുടെ സമയമായി. 1-ാമത്തെ വരവിൽ കർത്താവായ യേശു മധ്യാകാശത്തിൽ വന്ന് സഭയെ ചേർക്കുമ്പോൾ ഒരു 7 വർഷം നാം അവിടെ കൂടാരപ്പെരുന്നാൾ ആചരിക്കുമ്പോൾ ഇവിടെ കൂടാരപ്പെരുന്നാളും ദൈവിക പെരുന്നാളുകളും നിഷേധിച്ചവർക്ക് ആ 7 കൊല്ലം നല്ല ഒരു പെരുന്നാളാണ്. മഹാ ഉപദ്രവമുള്ള ആ 7 വർഷം.
ഇതിനെ തുടർന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് തന്നെ PPTക്കകത്ത് കൊടുത്തുമില്ല. എനിക്ക് വിശദീകരിക്കാൻ അറിയാൻ വയ്യ. എൻ്റെ വിദ്യാഭ്യാസ നിലവാരവും എൻ്റെ അറിവും അതിനേക്കാൾ ഒത്തിരി താഴെയായിപ്പോയി. ആ ഏരിയ എനിക്കറിയാൻ വയ്യ. പക്ഷെ ഒന്ന് ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നു, വാചകങ്ങൾ മാത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഉപയോഗിക്കൂ, ഇൻ്റർനെറ്റിൽ പോയിക്കോ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഈ ലാസ്റ്റ് ഡേ പ്രോഫസീസ്, എൻഡ് ടൈംസ് മിനിസ്ട്രീസ് അവരൊക്കെ ഇത് എടുത്തു തുടങ്ങി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ചന്ദ്രനും 12 നക്ഷത്രങ്ങളും അവരുടെ കാൽക്കീഴുണ്ട്. ഇതിനൊരു ആത്മീയാർത്ഥമുണ്ട്. ആത്മീയാർത്ഥം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ സ്ത്രീ പെട്ടെന്ന് ഗർഭിണിയായി വേദനപ്പെട്ട് നിലവിളിച്ചു. അവൾ ഒരു ശിശുവിന് ജനനം കൊടുത്തു. ആ ശിശുവിനെ കൊല്ലുവാൻ മഹാസർപ്പം വന്നു. മഹാസർപ്പം തൻ്റെ വായിൽ നിന്ന് ഒരു നദി ഒഴുക്കി. പക്ഷെ ഭൂമി ആ ശിശുവിനെ കൂട്ടായിരുന്നു. ഭൂമി വാ പിളർന്ന് ആ വെള്ളം വിഴുങ്ങിക്കളഞ്ഞു. സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുവാൻ ഒരവസരം കൊടുത്തു. വെളിപ്പാട് പുസ്തകം 12 കിടപ്പുണ്ട്. ഈ സംഭവത്തിന് ഒരു അക്ഷരീയ നിവൃത്തീകരണം നടക്കാൻ പോവുകയാണ് പോലും. നക്ഷത്രങ്ങളെക്കുറിച്ചും ക്ലസ്റ്ററുകളെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് പറയാൻ അറിയാൻ വയ്യ, നക്ഷത്രശാസ്ത്രം എനിക്ക് പിടിയില്ല, അത് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ മറ്റു പലരും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മാത്രം, അന്ന് ചില നക്ഷത്രങ്ങൾ ഒരുമിച്ച് ആകാശത്ത് ചേരാൻ പോകുക. അതെന്നാ ചേരുന്നതെന്നറിയാമോ? ഇറ്റ്സ് ഡൺ. മെയ് മാസം 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. മെയ് മാസം 2-ാം തീയതി നക്ഷത്രങ്ങൾ ഈ പറഞ്ഞ ഫോർമേഷനിലേക്ക് വരികയാണ്. ജൂൺ മാസം കംപ്ലീറ്റ് ആകുന്നതോടുകൂടെ അതിൻ്റെ ഫോർമേഷൻ കംപ്ലീറ്റ് ആകും. നവംബർ ഡിസംബർ വരെ ആ ഫോർമേഷൻ തുടരും. നക്ഷത്രങ്ങൾ ആകാശത്ത് ഒരുമിച്ച് കൂടുന്നത് കണ്ടാൽ ഗർഭിണിയായ ഒരു സ്ത്രീ നിൽക്കുന്നതും അവളുടെ കാൽക്കീഴെ സൂര്യനും, സൂര്യൻ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഗോളത്തെ തന്നെയാണ്, ചന്ദ്രനും നക്ഷത്രങ്ങളും കാൽക്കീഴ് നിൽക്കുന്നതായും ഭൂമിയിൽ നിന്ന് ദൂരദർശിനികൾ ഉപയോഗിച്ച് നോക്കുന്നവർക്ക് കാണുവാൻ കഴിയും. ഈ നക്ഷത്രങ്ങൾക്ക് പലതിനും ഈ ശാസ്ത്രം കൊടുക്കുന്ന അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ കൊടുക്കുന്ന ഓരോ രൂപങ്ങളുണ്ട്. ആടിൻ്റെ രൂപം കൊടുക്കുന്നതുണ്ട്, മുയലിൻ്റെ രൂപം കൊടുക്കുന്നതുണ്ട്, കുതിരയുടെ രൂപം കൊടുക്കുന്നതുണ്ട്, തേളിൻ്റെ രൂപം കൊടുക്കുന്നതുണ്ട്. ഇങ്ങനെ ഈ നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടുന്നവയ്ക്ക് ഇട്ടിരിക്കുന്ന രൂപപ്പേരും ഇതുതന്നെയാണ്. ഈ സംഭവം അക്ഷരീകമായി വാനശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കേണ്ടതിന് മെയ് 2-ാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നക്ഷത്രത്തിൻ്റെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. ഇത് ഡിസംബർ വരെ തുടരും, അതുകൊണ്ട് തീരും. അതിനകം സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ വന്നിരിക്കും, അതിനകം ജൂൺ വന്നിരിക്കും. ഒരുപാട് കാര്യങ്ങൾ വട്ടത്തിൽ നിന്ന് കൂടുകയാണ്. ഞാൻ പല ആംഗിളുകൾ ഒരുമിച്ച് തൊടുവാൻ താല്പര്യപ്പെടുകയാണ്. തുടർന്ന് ഈ ഭൂമിയിൽ യേശു പരസ്യമായി ഇറങ്ങി വരികയും അന്തിക്രിസ്തുവിൻ്റെ പീഡയാൽ പീഡിപ്പിക്കപ്പെട്ട ജനത്തിന് സ്വസ്ഥത കൊടുക്കുകയും, ഇതിനോടകം അവരുടെ ദേവാലയം പണിതിരിക്കും. ഇനി ആ ഭാഗത്തോട്ട് എനിക്ക് പോകാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവരുടെ ദേവാലയം പണിതിരിക്കും, ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കും. അതിനകത്ത് പന്നിച്ചോര അർപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ ദേവാലയത്തെ അശുദ്ധമാക്കുവാൻ ഒരു 3.5 വർഷത്തിന് ശേഷം എതിർ ക്രിസ്തുവിൻ്റെ തന്നെ ഒരാൾ ഇതിന് സഹായം നിൽക്കും, വേറൊരാൾ എതിരായി വരും, ആവശ്യപ്പെടുകയും അത് യഹൂദൻ നിരസിക്കുകയും അതിനെ തുടർന്ന് ഗംഭീരമായ കഠിനമായ 2ാമത്തെ 3.5 വർഷം പോകുകയും ചെയ്യും. അന്ന് പെട്രായിൽ ഒളിച്ചിരിക്കേണ്ടതിന് അക്ഷരികമായി യഹൂദനതയും അവസരം കൊടുക്കുകയും അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി മശിഹ ഈ ഭൂമിയിലേക്ക് പ്രത്യക്ഷനായി ഇവിടെ ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ച് അവരുടെ യഹൂദ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുകയും ലോകത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായി അത് മാറുകയും ചെയ്യും. 10ാം ജൂബിലിയിൽ അത് നടക്കുമെന്ന് സാമ്പൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ ഞാൻ പല ഡേറ്റ്സ് എടുത്തു പറഞ്ഞു. ആ ഡേറ്റെല്ലാം ഇതുപോലുള്ള കണക്കുകളിലാണ്. ഈ കണക്കുകളനുസരിച്ച് ഡേറ്റ് എടുത്തു പറഞ്ഞു. യേശു എന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാൻ വയ്യ. കാഹളം എന്ന് ധ്വനിക്കും എന്നെനിക്കറിയാൻ വയ്യ. പക്ഷേ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഓൺ ടൈമാണ്. ഇതുവരെ അത് സംഭവിക്കാഞ്ഞതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്കും കൂടി ഇന്ന് പകൽ ഒരു പുതിയ തീരുമാനമെടുക്കാൻ കഴിഞ്ഞേക്കാം. എന്നെ 1 മണിക്കൂറുടെ നിർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചവരെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് ഞാൻ നന്ദി പറയട്ടെ. ഒരു പക്ഷെങ്കിൽ ജൂൺ മാസത്തിലായിരിക്കും ഇനി ഞാൻ മെസ്സേജ് എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. ഐ ഡോണ്ട് നോ. വരുന്ന ഞായറാഴ്ച ഇവിടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ദിവസമായി നാം സഭയായി ആഘോഷിക്കും. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ ഞാൻ എൻ്റെ റൂമിനകത്തുണ്ടായിരിക്കും. ഇങ്ങോട്ട് വന്നിരിക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ആരോഗ്യം നിയന്ത്രിക്കുന്നതിനനുസരിച്ചായിരിക്കും എന്ന് മാത്രം ഓർപ്പിക്കട്ടെ. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. അതിനകത്തിരുന്നാൽ എല്ലാവരെയും നന്നായി എനിക്ക് കാണാം, നിങ്ങൾക്ക് എന്നെ കാണത്തില്ലെന്ന് മാത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ തർജ്ജമ നടക്കുമ്പോൾ 1-2 വാക്കുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ വിക്കിയപ്പോൾ ഞാൻ അതിനകത്ത് അറിയാതെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്നതാന്ന് ഇവിടെ കേൾക്കത്തില്ലെന്ന് എനിക്ക് നന്നായി പിന്നെ മനസ്സിലായെങ്കിലും അന്നേരത്തെ അറിയാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ആയിരുന്നെന്ന്, എല്ലാവരുടെയും കൂടെ ആയിരുന്നു മനസ്സുകൊണ്ട് ഞാൻ അതിനകത്തിരുന്ന് വിളിച്ചു പറഞ്ഞു. ഇറ്റ്സ് സോ. നമ്മൾ ഒരുമിച്ച് പോകാൻ കർത്താവ് കൃപ തരട്ടെ. കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന സമയത്തിനായി സ്തോത്രം. നിത്യദൈവത്തിൻ്റെ ബലമുള്ള പാദങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട്
ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വ്യത്യസ്ത മാധ്യമങ്ങളിൽ വിവിധ ഇടങ്ങളിലിരിക്കുന്നവരെ ഞങ്ങളുടെ രക്ഷകനാകുന്ന യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ക്രൂശിൻ്റെ നന്മ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിൻ്റെ രോഗസൗഖ്യവും നന്മയും അനുഗ്രഹവും ആത്മീയവും ഭൗതികവും സകല വീണ്ടെടുപ്പുകളും ഈ ജനത്തിൻ്റെ മേൽ ഇരിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദൈവിക വിമോചനങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവിക വിടുതലുകൾ നടക്കട്ടെ. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചാലും അത് യേശുവിൻ നാമത്തിൽ തന്നെ.